السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനരായ കാരണന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കാം എന്ന ഒരു ബോധ്യത്തോടുകൂടി കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളും സമൂഹത്തിൽ ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തെറ്റിദ്ധാരണകളും മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അബദ്ധങ്ങളെയും സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സമ്പത്ത് ലഭിക്കുന്ന 2-3 മാർഗങ്ങളുണ്ട്. അതിലൊന്ന് കച്ചവടമാണ്. അതിലൂടെ അവന് സമ്പാദിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവൻ്റെ അടുത്ത കുടുംബക്കാരിൽ നിന്ന് ലഭിക്കുന്ന അനന്തരം, അതേപോലെ മറ്റാരെങ്കിലും ലഭിക്കുന്ന ഹദിയകൾ, സമ്മാനങ്ങൾ, ഇങ്ങനെ പല രീതിയിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിലേക്ക് മറ്റുള്ളവരുടെ സമ്പത്ത് വരിക. ഇതെല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ്. പക്ഷേ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അതിൽ ഓരോന്നിനും അതിൻ്റെതായ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കുകളിലേക്കുമൊന്നുമല്ല ഞാൻ പോകുന്നത്. അതിങ്ങനെ സദസ്സിൽ പറയേണ്ട കാര്യവുമല്ല. ഇസ്ലാമിന്റെ അനന്തരാവകാശം മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവർക്ക് മാത്രമുള്ള ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്വത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മറ്റു ഒരു സമുദായത്തിനും ഒരു സമൂഹത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും കൃത്യവും വ്യക്തവുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാമിൽ അനന്തരാവകാശത്തിലുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന്, അത് മനുഷ്യന്മാർ ഉണ്ടാക്കിയ നിയമമോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അല്ല. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഏത് നിയമങ്ങളിലും നിർദ്ദേശങ്ങളും അപ്ഡേഷനുകൾ ആവശ്യമുണ്ടാകും, പുനഃക്രമീകരണങ്ങൾ ആവശ്യമുണ്ടാകും, മാറ്റത്തിരുത്തലുകൾ ആവശ്യമുണ്ടാകും.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ നിയമമായതുകൊണ്ട് തന്നെ അതിലിനി ഖിയാമത്ത് നാൾ വരേക്കും മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം വരേക്കും ഒരു മാറ്റത്തിരുത്തലിൻ്റെയും ആവശ്യമില്ല. അതേപോലെ തന്നെ ഇസ്ലാമിലെ അനന്തരാവകാശത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കറിയാം സമ്പത്ത് മനുഷ്യന്മാർ ഉള്ള കാലം മുതൽക്ക് തന്നെ സമ്പത്തുണ്ട്, സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങളുണ്ട്, കൈമാറ്റങ്ങളൊക്കെ ഉണ്ട്, അനന്തരാവകാശങ്ങളുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന അനന്തരാവകാശ നിയമങ്ങളിലെ പോരായ്മകളെല്ലാം പരിഹരിച്ച് അതിലുള്ള അനീതികളെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ജാഹിലിയ്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനന്തരം ഉണ്ടായിരുന്നില്ല, ഭാര്യമാർക്ക് അനന്തരം ഉണ്ടായിരുന്നില്ല. കാരണം കുതിരസവാരി നടത്തുന്ന, യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് സമ്പത്ത് ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ ഒരു മയ്യത്തിന്റെ സ്വത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ജാഹിലിയ്യത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ. കാരണം യുദ്ധത്തിന് പോകലും കുതിരസവാരിക്ക് നടത്തലും ജാഹിലിയ കാലഘട്ടത്തിൽ പുരുഷന്മാരാണ്. അപ്പൊ അവർക്ക് സമ്പത്തിന് അധികാരമുള്ളൂ, സ്ത്രീകൾക്ക് അധികാരമില്ല. ഇത് ഇസ്ലാം തിരുത്തി സ്ത്രീകൾക്ക് അവരുടേതായ അവകാശങ്ങൾ വകച്ചു കൊടുത്തു. ഇനി പുരുഷന്മാർക്ക് തന്നെയും അവകാശങ്ങളിൽ നിശ്ചിതമായ ഓഹരികൾ നിർണയിച്ചു. എല്ലാ സ്വത്തും കണക്കില്ലാതെ എടുക്കുന്ന രീതിയല്ല, നിശ്ചിതമായ ഓഹരികൾ നിർണയിച്ച് കൃത്യമായ നീതിയോടുകൂടി നിർബന്ധമായും കൊടുത്തു വീട്ടേണ്ട ഒരു ബാധ്യതയായിക്കൊണ്ട് അനന്തരാവകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കുകയാണ്. ഈ അനന്തരാവകാശ നിയമങ്ങൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ നിയമങ്ങളൊക്കെ തന്നെയും അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് വിശദീകരിച്ചത് എന്തിനാണ്? നമ്മൾ ഈ സന്ദർഭത്തിൽ മരിച്ചാൽ ഈ സ്വത്തൊക്കെ വേറൊരു ആളുകൾക്ക് പോകാനുള്ളതാണ്. അഥവാ ഞാനിപ്പോൾ മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ, അള്ളാഹു ഈ ഖുർആനിലും സുന്നത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഈ അനന്തരാവകാശികൾക്ക് പോകേണ്ടതാണ് എൻ്റെ സ്വത്ത് എന്ന ഒരു ബോധ്യം ഈ മനുഷ്യൻ ഉണ്ടാകണം. ഇത് ഞാൻ കെട്ടിപ്പൂട്ടി വെച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, അല്ലെങ്കിൽ ആരാന്റെ മുതൽ ഇങ്ങോട്ട് വാരിക്കൊണ്ടുവന്ന് ഹക്കും ബാത്തിലും നോക്കാതെ ഹറാമായ രീതിയിൽ സമ്പാദിച്ചാൽ, അതുകൊണ്ടൊന്ന് എൻ്റെ ശ്വാസം നിലച്ചാൽ അതുകൊണ്ടൊന്നും എനിക്കൊരു ഉപകാരം കിട്ടൂല. അത് ഈ പറയപ്പെട്ട എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ വേറെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പാപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ അല്ലെങ്കിൽ അവരാരെങ്കിലും അവരുടെ മക്കൾക്കോ ഒക്കെ പോകേണ്ടതാണ്, ആരാന്റെ പോകേണ്ട സ്വത്താണ് എന്ന ഒരു ബോധ്യം മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകൂടി ഈ നിയമത്തിലൂടെ ഉണ്ട്. അതുപോലെ നമുക്കറിയാം, അടുത്ത കുടുംബക്കാർ തമ്മിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, ഈ കുടുംബങ്ങൾ തമ്മിലുള്ള സമ്പത്തിന്റെ പേരുള്ള കലഹങ്ങളെ ഇല്ലാതാക്കുക, ഇതൊക്കെ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തിന്റെ പ്രത്യേകത. കാരണം ഈ ഇസ്ലാമിലുള്ള ഉള്ളതുപോലെ സ്വത്ത് ഊരി വെച്ചാൽ ഒരു കച്ചറ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴാണ് ഈ കച്ചറ ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആങ്ങളെയും പെങ്ങളെയും തെറ്റിലും അടുത്ത കുടുംബക്കാർ തമ്മിൽ അക്രമത്തിലും കേസിലും കൂട്ടത്തിലും പോലെപ്പോഴാണ് ഇസ്ലാമല്ലാത്ത രീതിയിൽ, ഇസ്ലാമിൻ്റെതല്ലാത്ത രീതിയിൽ ഓരി വെക്കുക, അല്ലെങ്കിൽ ആങ്ങളാരെ ഒരു മേൽക്കൈ കാണിക്കുക, പെങ്ങന്മാരെ ഒതുക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒതുക്കുക, ഇങ്ങനൊന്നും ഇസ്ലാമിൽ ഒരു നിയമങ്ങൾ വിശദമായി പറയാം. ഇസ്ലാമിന് അനുസരിച്ചുകൊണ്ട് നിയമങ്ങൾ സമ്പത്ത് ഓരി വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവുകയില്ല. ഇനി ഇസ്ലാമിന്റെ ഈ അനന്തരാവകാശ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ടോ? അപ്പോൾ ചില ആളുകളൊക്കെ ഡൽഹി പോയിട്ട് നിരാഹാരം നമ്മൾ കേട്ടു, ആണിനും പെണ്ണിനും ഒരുപോലെ സ്വത്ത് കൊടുക്കണം. വേറൊരു വക്കീല് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ മോശമാണ്, പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആൺകുട്ടികളില്ലെങ്കിൽ സഹോദരന്മാർക്ക് സ്വത്ത് പോകും, അതുകൊണ്ട് സഹോദരന്മാർക്ക് സ്വത്ത് പോകാൻ പാടില്ല, അതുകൊണ്ട് എൻ്റെ പെൺകുട്ടിക്ക് തന്നെ മുഴുവൻ സ്വത്ത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മുസ്ലിം നാമധാരികളായ ആളുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എന്ന് പറഞ്ഞാൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഈ ദിവസം ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പൂർത്തീകരിക്കപ്പെട്ട നിയമത്തിൽ അനന്തരാവകാശ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇനി ഒരു നിയമം പോലും കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതോ മാറ്റിത്തിരുത്തേണ്ടതോ ഇല്ല. അതൊക്കെ പരിഷ്കരിച്ചും മാറ്റത്തിരുത്തലുകൾ വരുത്തിയും തന്നെയാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. ഇനി ഒരു തിരുത്തലോ, ഇനി പെണ്ണിന്റെ ഓഹരിക്ക് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ആണിന്റെ ഓഹരി കുറച്ച് കൂടുതലാണ് ഇനി പെണ്ണിന്റെ ഓഹരി കുറച്ച് എടുത്തു കൊടുക്കാം, അതൊന്നുമില്ല.
കാരണം ഈ നിയമം ഉണ്ടാക്കിയത് അള്ളയാണ്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ, ശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ എന്ന് പറഞ്ഞാൽ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ നല്ല വിധി പറഞ്ഞവൻ ആരാണുള്ളത്? പടച്ചോനേക്കാൾ നന്നായി വിധി പറയാൻ ശേഷിയുള്ള ഏതെങ്കിലും പടപ്പുണ്ടോ? അള്ളാഹുവിന്റെ നിയമത്തിൽ ഒരു ന്യൂനത ഉണ്ടാവില്ല. അത് ശരീഅത്തിലെ നിയമങ്ങൾ ഉണ്ടാവില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യങ്ങളാണ്, അത് ഇബാദത്താണെങ്കിലും മുആമലത്താണെങ്കിലും അതുപോലെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളാണെങ്കിലും ഒന്നിനും ഒരു പോരായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിലും അതില്ല. വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ. നബിയെ, നിങ്ങൾക്കൊരു ശരീഅത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടിട്ടുള്ളത്, ആ ശരീഅത്തിൽ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ. എന്നാൽ വിവരമില്ലാത്ത വിവരദോഷികളായ ചില ആളുകൾ പല നിയമങ്ങളും പല ആദർശങ്ങളും പല വിമർശനങ്ങളും പറയും. അതൊന്നും വലാ തത്തബിഅ, നീ പിൻപറ്റാൻ പാടില്ല. അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ. അപ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ വിവരം കെട്ടവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ജാസിയയിൽ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാർ, ഇതൊക്കെ അടിസ്ഥാനപരമായി ആമുഖമായി കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ അതെന്തായിരുന്നാലും അത് ഒരുപക്ഷെ നമുക്ക് അതിന്റെ ഹിക്മത്തുകൾ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ഹിക്മത്ത് നമുക്ക് പൂർണ്ണം മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ളുഹർ നിസ്കരിച്ചപ്പോ ഇമാം ഉറക്കോതിയിട്ടില്ല, നമ്മൾ ഉറക്കം ആമീൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ളുഹറിന്റെ അതേ സമയത്താണ് നമ്മൾ ജുമുഅ നിസ്കരിക്കുക. ജുമുഅ നിസ്കരിക്കുമ്പോൾ അതേ ഇമാമ് നിസ്കാരത്തിൽ ഉറക്കോതും, നമ്മൾ ഉറക്കാമീൻ പറയും. അതെന്താ അങ്ങനെ? എന്താ വെള്ളിയാഴ്ച മാത്രം ഉറക്കോതല്? അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചത് ആ ശരീഅത്ത് അങ്ങനെ പിൻപറ്റുക. അതേപോലെ തന്നെ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ 2 റക്അത്തിൽ ഉറക്കോതും, 3ാമത്തെ റക്അത്തിൽ മെല്ലോതും. അതേ സൂറത്തുൽ ഫാത്തിഹ അതേ ഇമാമ് അതേ നിസ്കാരത്തിൽ തന്നെ അങ്ങനെയാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് അള്ളാഹിന്റെ ശരീഅത്ത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ പിൻപറ്റുക. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ദീൻ മെല്ലെ മെല്ലെ തെറ്റിപ്പോകും. വയഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബിഅ അഹ്വാഅഹും. പ്രവാചകരെ താങ്കൾ അല്ലാഹ് ഇറക്കിയത് കൊണ്ട് വിധിക്കുക. അള്ളാഹ് എന്താണ് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് വിധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിനെ താങ്കൾ പിൻപറ്റുകയും ചെയ്യുക. വലാ തത്തബിഅ അഹ്വാഅഹും. ജനങ്ങളെ അവക്കനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കാൻ പാടില്ല. വഹദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. താങ്കൾക്ക് അല്ലാഹ് ഇറക്കി തന്ന കാര്യങ്ങളിൽ നിന്ന് താങ്കളെ അവർ തെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പഴയ 6ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്ത ആൾക്കാരാണ്. അതൊക്കെ 6ാം നൂറ്റാണ്ടിലത്തെ നിയമമല്ലേ, ഇതൊക്കെ പരിഷ്കരിച്ച AI കാലഘട്ടത്തിലെ നിയമങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും ഇതിനൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഫൈൻ തവല്ലൂ ഫഅലം അന്നമാ യുരീദുല്ലാഹു യുസീബഹും ബിബഅദി ദുനൂബിഹിം വഇന്ന കസീറൻ മിനൻ നാസി ലഫാസിഖൂൻ. അവരുടെ ചില തിന്മകളെ കൊണ്ട് അള്ളാഹു അവരുടെ ദീനിനെ തെറ്റിക്കാൻ ഉദ്ദേശിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ അധിക ആളുകളും ഫാസിഖുകളാണ്. ഇനി അള്ളാഹിന്റെ നിയമം തെറ്റിച്ച് വേറെ നിയമം കൊണ്ടുവരാണെങ്കിൽ അത് ജാഹിലിയത്തിന്റെ നിയമമായിരിക്കും. അഫഹുക്കുമുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ. ജാഹിലിയത്തിന്റെ നിയമമാണോ അവർ ആഗ്രഹിക്കുന്നത്? അപ്പൊ സഹോദരന്മാരെ, ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ച് ആ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ഏതെങ്കിലും ഒരു നിയമത്തിൽ നമ്മുടെ വക ഒരു ഗവേഷണം നടത്തി അല്ലെങ്കിൽ നമ്മുടെ വക ഒരു പുതിയ കണ്ടെത്തലുകൾ നടത്തി ആ നിയമം തെറ്റാണ്, അതുകൊണ്ട് ഈ നിയമമാണ് കുറച്ചുകൂടി ശരി എന്ന് പറയുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും ശരീഅത്തിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇവിടെ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മുസ്ലിമീങ്ങളിൽ തന്നെ പല ആളുകൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ എന്താ ചോദിച്ചാൽ, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സ്വത്തിൽ എപ്പോഴും പകുതി കൊടുത്തിട്ടുള്ളൂ, ആണുങ്ങൾക്കാണ് എപ്പോഴും അള്ളാഹ് നോപ്പൂലി കൊടുത്തത്. അത് ഭയങ്കരമായൊരു അനീതിയാണല്ലോ. ഇസ്ലാമിക അനന്തരാവകാശത്തിൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പകുതി, ആണിന്റെ പകുതിയുള്ളൂ. അതുകൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിൽ ഇത് കൃത്യമായൊരു അനീതിയല്ലേ എന്നതാണ് സമൂഹത്തിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ.
യഥാർത്ഥത്തിൽ ഇത് ശരീഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധപ്പെട്ട 3 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. സൂറത്തുൽ നിസാഇന്റെ ആദ്യ ഭാഗത്തിൽ 2 ആയത്തും സൂറത്തുൽ നിസാഇന്റെ അവസാന ഭാഗത്തുള്ള ഒരായത്തും, അവസാനത്തെ ആയത്തും. ഈ 3 ആയത്തുകളും പരിശോധിച്ച് അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിയ ഒരാളും ഇത് പറയില്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു പറഞ്ഞു, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. പുരുഷന്മാർക്ക് അവരുടെ മാതാപിതാക്കളും അവരുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരും വിട്ടേച്ചു പോയ സ്വത്തിൽ അവകാശമുണ്ട്. പിന്നെ പറഞ്ഞു വലി നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. അതേ പ്രയോഗം തന്നെ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും മാതാപിതാക്കളുടെ സ്വത്തിലും ഏറ്റവും അടുത്ത കുടുംബക്കാരുടെ സ്വത്തിലും അവകാശമുണ്ട്. മിമ്മ കല്ല മിൻഹു ഔ കസുറ. ആ സ്വത്ത് എത്ര കുറവാണെങ്കിലും എത്ര കൂടിയതാണെങ്കിലും, ഈ സ്വത്ത് കുറവാണ് അതുകൊണ്ട് ഇനി പെൺകുട്ടിക്ക് കൊടുക്കാല്ല, ആൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ, അതില്ല. മാതാപിതാക്കളുടെയും ഏറ്റവും അടുത്ത കുടുംബക്കാരുടെയും സ്വത്തിൽ ആണുങ്ങൾക്കും അവകാശമുണ്ട്, അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്. ഫരീദത്തൻ മിനല്ലാഹ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നസീബ് മഫ്റൂദ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ നസീബാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇസ്ലാമിലെ അനന്തരാവകാശം എന്ന് പറയുന്നത്, ഇത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഇസ്ലാമിലെ സ്വത്ത് ഓരി വെക്കുന്നത് ഒരിക്കലും ആൺ പെൺ മാനദണ്ഡം നോക്കിയിട്ടേ അല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിൽ സ്വത്ത് ഓരി വെക്കുന്നത് ആൺ പെൺ മാനദണ്ഡം എന്നുള്ളതല്ല ഇസ്ലാമിലെ അനന്തരാവകാശത്തിന്റെ മാനദണ്ഡം. ചില സ്ഥലങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേ ഓരി കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ആണിനേക്കാൾ കൂടുതൽ സ്വത്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ പെണ്ണിനേക്കാൾ കുറവ് സ്വത്ത് ആണിന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ആണിൻ്റെക്കാൾ കുറവ് ചിലപ്പോൾ പെണ്ണിന് കിട്ടും, ചിലപ്പോൾ പെണ്ണിന് കൂടുതൽ കിട്ടും, ചിലപ്പോൾ ആണിനും പെണ്ണിനും തുല്യമായിട്ട് കിട്ടും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, ഒരാൾ വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൻ നിസാഇലെ 11-ാമത്തെ ആയത്ത്, വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഒരാൾ മരിച്ചാൽ ആ മയ്യിത്തിന് മക്കളുണ്ടെങ്കിൽ ബാപ്പക്കും ഉമ്മക്കും 6/1 സ്വത്ത്. നമുക്കറിയാം, ബാപ്പ എന്ന പുരുഷനും ഉമ്മ എന്ന സ്ത്രീക്കും തുല്യമായ അവകാശമാണ്. അവിടെ വാപ്പ പുരുഷനാണ്, ഉമ്മ പെണ്ണാണ്. അതുകൊണ്ട് ഉമ്മാനേക്കാൾ കൂടുതൽ സ്വത്ത് വാപ്പക്ക് ഇല്ല. ഇത് ഖുർആൻ പറഞ്ഞു. അപ്പൊ അവിടെ ആൺ പെൺ എന്നതല്ല മാനദണ്ഡം. ഇനി അതേപോലെ തന്നെ സൂറത്തുൻ നിസാഇ തന്നെ അടുത്ത ആയത്തിൽ പറയാണ്, വൈൻ കാന റജുലുൻ യൂറസു കലാലത്തൻ അബി ഇംറഅത്തുൻ. ഒരാള് മരിച്ചു, അയാൾക്ക് ബാപ്പില്ല, മക്കളുമില്ല, സഹോദരന്മാര് മാത്രമേ, ഉമ്മത്തെ സഹോദരന്മാര് മാത്രമേ. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. നമ്മളാകെ കേട്ടെന്ന് വെച്ചാൽ ആണിന് 2 വരി പെണ്ണിന്റെ, ഇത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാ ആയത്തിന്റെ ബാക്കിയാണിത്. ആണിനും പെണ്ണിനും ഒരേ ഓരിയാണ്. പിതാവാകുന്ന പുരുഷനും ഉമ്മയാകുന്ന സ്ത്രീക്കും ഒരേ ഓരി. ഇനി സൂറത്തുൽ നിസാഇലെ 12-ാമത്തെ ആയത്തിൽ പറയാണ്, ബാപ്പി, ഒരു മയ്യത്തിന് ബാപ്പിയില്ല, മോൾക്കും ആളില്ല, താഴത്തേക്കും ആളില്ല, മക്കളുമില്ല, ബാപ്പിയില്ല. ബാപ്പാന്റെ അപ്പ അങ്ങോട്ടുമില്ല, മക്കൾ ഇങ്ങോട്ടും ഇല്ല. പിന്നെ ഉമ്മയത്തെ സഹോദരന്മാർ മാത്രമേ ഉള്ളൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പിന്നെ കലാലത്തിൻ അവ ഇംറഅത്തുൻ ഔ അഖുൻ ഔ അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്. അവിടെ ഉമ്മത്തെ സഹോദരനും സഹോദരിക്കും ആണിനും പെണ്ണിനും ഒരേ ഓഹരിയാണ്. സൂറത്തുൻ നിസാഇലുള്ളതാണ്. 2 തെളിവ് പറഞ്ഞു. അപ്പൊ എപ്പോഴും ആണിന്റെ പകുതി മാത്രമേ പെണ്ണിന് സ്വത്ത് കിട്ടുകയുള്ളൂ എന്ന വാദം ഖുർആൻ തന്നെ തരും. ആയത്തിനെ പിടിച്ചിട്ടില്ല. ആയത്ത് മുഴുവൻ ഓതിയാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കിട്ടും. ഉമ്മും ബാപ്പിയത്തെ സഹോദരന്മാർക്കും ഒരേപോലെയാണ് സ്വത്ത് വലിക്കേണ്ടത്. അതേപോലെ തന്നെ ബാപ്പയ്ക്കും ഉമ്മക്കും മക്കളുണ്ടെങ്കിൽ ഒരുപോലെ കിട്ടും. അപ്പൊ ആൺ പെൺ മാനദണ്ഡം അല്ല ഇവിടെ. ഇനി നിങ്ങൾ ആലോചിച്ചു, ഇത് സമമായിട്ട്. ഇനി ആണിനേക്കാൾ കൂടുതൽ പെണ്ണിന് കിട്ടും. ചിലപ്പോൾ ആണിനേക്കാൾ കൂടുതൽ പെണ്ണിന് സ്വത്ത് കിട്ടും. ഇതൊന്നും നമ്മളാൾക്ക് കേട്ടാൽ അത്ഭുതം. ഓ, അങ്ങനെ കണ്ടോ? നമുക്ക് ഈ വിശുദ്ധ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സിമ്പിളായി പറയാം, ഒരു സ്ത്രീ മരിച്ചു,
ആ സ്ത്രീക്ക് ഭർത്താവുണ്ട്, ഒരു മകളുണ്ട്. നോക്കിക്കോ, ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, മകളുണ്ട്. മകളുള്ളതുകൊണ്ട് ഭർത്താവിന് 4/1 സ്വത്ത് കിട്ടും. ആ മകൾക്ക് പകുതി സ്വത്ത് കിട്ടും. ബാപ്പയാകുന്ന പുരുഷന് 4/1 കിട്ടുമ്പോൾ ആ മകളാകുന്ന സ്ത്രീക്ക് സ്വത്തിന്റെ പകുതി കിട്ടും. എന്താ ഖുർആൻ പറഞ്ഞു? അപ്പൊ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആണിനേക്കാൾ കൂടുതൽ കിട്ടുന്ന സന്ദർഭമുണ്ട്, ഒന്നിച്ച് കിട്ടുന്ന സന്ദർഭമുണ്ട്, എന്നാൽ പുരുഷനേക്കാൾ കുറഞ്ഞു കിട്ടുന്ന സന്ദർഭം. അവിടെയാണ് നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം എവിടെയാണ്? ഈ ഇസ്ലാമിൽ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ മാനദണ്ഡം ആണ് പെണ്ണ് എന്നുള്ളതല്ല. 3 മാനദണ്ഡങ്ങളാണ് ഇസ്ലാമിൽ അനന്തരാവകാശത്തിന് ഉള്ളത്. ഈ 3 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ അനന്തരാവകാശങ്ങൾ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, മയ്യത്തിനോട് ഏറ്റവും രക്തബന്ധം കൊണ്ടും കെട്ടുബന്ധം കൊണ്ടും ഏറ്റവും അടുത്തതാരാണെന്ന് ആദ്യം നോക്കുക. മയ്യത്തിനോട് ഏറ്റവും അടുത്തത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ അൽഹിഖുൽ ഫറായിദ ബിഅഹ്ലിഹ, ഫറായിദുകൾ നിങ്ങൾ അതിൻ്റെ ആളുകൾക്ക് വേഗം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മയ്യത്തിനോട് ഏറ്റവും അടുത്ത ആളുകൾക്കാണ് സ്വത്ത് കിട്ടുക. അതാണെങ്കിലും പെണ്ണാണെങ്കിൽ. ഇപ്പോൾ നോക്കിക്കോ, മയ്യത്തിനോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും മയ്യത്തിൻ്റെ സ്വത്ത് തടയപ്പെടാത്ത ആൾക്കാരാണ് ബാപ്പ, മകൻ, മകള്, ഭാര്യ, ഭർത്താവ്. ഇവരൊക്കെ ഇതിൽ ആണുണ്ടല്ലോ പെണ്ണുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് സ്വത്ത്? ഇവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ബാപ്പാക്ക് സ്വത്തിട്ട്, ഉമ്മാക്ക് സ്വത്തും, മകനുണ്ടോ, മകൾക്കുണ്ട്, ഭാര്യക്കുണ്ട്, ഭർത്താവിനുണ്ട്. ഈ 6 ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് സ്വത്ത്, ഇവർക്ക് ഹയാത്തുണ്ടോ സ്വത്തുണ്ടാവും. ഇതിലാണുണ്ട് പെണ്ണുണ്ട്. അപ്പൊ മയ്യത്തിനോട് ഏറ്റവും അടുത്ത് ഇപ്പൊ മകനുണ്ട്, മകന്റെ മകനുണ്ട് എങ്കിൽ മകന്റെ മകന് കിട്ടൂല, മകനെ കിട്ടുള്ളൂ. കാരണം മയ്യത്തിനോട് മകന്റെ മകനേക്കാൾ കൂടുതൽ അടുത്തത് മകനാണ്. അതുകൊണ്ട് മകന് കിട്ടും. ബാപ്പിയുണ്ട്, വാപ്പാന്റെ വാപ്പിയുണ്ട്. മയ്യത്തിന് ബാപ്പിയുണ്ട്, വാപ്പാന്റെ വാപ്പിയുണ്ട്. വാപ്പാന്റെ വാപ്പ കിട്ടൂല. കാരണം ആ മയ്യത്തിനോട് കൂടുതൽ അടുത്തത് ഈ മയ്യത്തിന്റെ പിതാവാണ്. അപ്പൊ അതാണ് ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, മയ്യത്തിനോട് ഏറ്റവും അടുത്തവർ ആരാണോ അവർക്കാണ് സ്വത്ത് കിട്ടുക. അതാണ് ഒരു മാനദണ്ഡം. ഇനിയിപ്പോൾ ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുമ്പോൾ സഹോദരന്മാർക്ക് സ്വത്ത് പോകും. അപ്പൊ വാപ്പി ഉമ്മയൊത്തൊരു സഹോദരനുണ്ട്, ഉമ്മ മാത്രത്തെ സഹോദരനുണ്ട്. അപ്പൊ ഉമ്മ മാത്രത്തെ സഹോദരൻ സ്വത്ത് കിട്ടൂല, ബാപ്പ ഉമ്മയൊത്ത സഹോദരന് കിട്ടുള്ളൂ. കാരണം ഉമ്മ മാത്രത്തെ സഹോദരനേക്കാൾ കുറച്ചുകൂടി അടുപ്പമുള്ളത് ബാപ്പ ഉമ്മയൊത്ത സഹോദരനാണ്. അപ്പൊ മയ്യത്തിനോട് ഈ അനന്തരാവകാശികളിൽ ആരാണോ ഏറ്റവും അടുപ്പം കാണിക്കുന്നത്, ഖറാബത്ത് ഏറ്റവും ഉള്ളത്, അവർക്കാണ് സ്വത്ത് ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ ആ സ്വത്ത് ഉണ്ടാകുക. അതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, ഇളം തലമുറ, പഴയ തലമുറ. ഈ തലമുറ ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. കാരണം പഴയ തലമുറയേക്കാൾ അഥവാ പ്രായം കൂടിയവരേക്കാൾ കുറച്ചുകൂടി മയ്യത്തിന്റെ മുതിർന്ന തലമുറയേക്കാൾ ഇളം തലമുറക്കാണ് ഇസ്ലാം പ്രാധാന്യം കൊടുത്തത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരാൾ മരിച്ചു, അയാൾക്ക് 2 വയസ്സായ കുട്ടിയുണ്ട്, 2 വയസ്സായ ആൺകുട്ടിയുണ്ട്. മരിച്ച ബാപ്പക്ക് പിന്നെ മയ്യത്തിന് ബാപ്പിയില്ല. ബാപ്പയെ സംബന്ധിച്ചിട്ട് 6/1 കിട്ടുള്ളൂ. ബാക്കി മുഴുവൻ സ്വത്തും ഈ 2 വയസ്സായ കുട്ടിക്കാണ്. ആ 2 വയസ്സായ കുട്ടിക്ക് 8 മുട്ടും തിരിയില്ല. പക്ഷെ ബാപ്പയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. എന്നാലും സ്വത്ത് കൂടുതൽ കൊടുക്കുക കുട്ടിക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ പിന്നെ ബാപ്പയും ഉമ്മയും ബാപ്പയും മകനെ സംബന്ധിച്ചിടത്തോളം ഖറാബത്ത് ഒരുപോലെ. കാരണം ബാപ്പയും മകനും ഒരേപോലെയാണ് മയ്യത്തിനോട് ബന്ധപ്പെടുന്നത്. അമ്മ ഒരേപോലെ മയ്യത്തിനോട് ബന്ധപ്പെടുമ്പോൾ അടുത്ത നോക്കുക, ഈ മയ്യത്തിനോട് തലമുറ നോക്കുക. ബാപ്പ മുതിർന്ന തലമുറയാണ്, മകൻ ഇളം തലമുറ. അപ്പൊ ഇളം തലമുറക്ക് സ്വത്ത് കൊടുക്കും. അതുകൊണ്ട് ഈ മകൻ ഈ 2 വയസ്സിന് 2 മാസമാണെങ്കിലും ആ മകനായിരിക്കും ബാപ്പാന്റെ 6/1 കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സ്വത്തും ഈ 2 മാസമോ 2 വയസ്സോ ഈ 12 വയസ്സുള്ള മക്കളായിരിക്കണം. അപ്പോൾ മയ്യത്തിന്റെ തലമുറ വ്യത്യാസമാണ് ഇവിടെ പരിഗണിച്ച രണ്ടാമത്തെ കാര്യം. ഇനി ഈ 2 കാര്യത്തിലും ഒരേപോലെ മയ്യത്തിലേക്ക് ബന്ധപ്പെടുന്നിടത്താണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, മയ്യത്തിനോടുള്ള ബന്ധം നോക്കണം. ഇനി തലമുറ, ഇനി മയ്യത്തിനോടുള്ള ബന്ധവും മയ്യത്തുമായിട്ടുള്ള തലമുറയും ഒരേപോലെ വരുകയാണെങ്കിൽ ആണിനും പെണ്ണിനും വ്യത്യാസം വരിക. കാരണം ഒരു ബാപ്പ മരിച്ചു, ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. ഇപ്പൊ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ തലമുറയിൽപ്പെട്ടവരാണ്. തലമുറ വ്യത്യാസമല്ല, 2 ഒരേ ബാപ്പാന്റെ മക്കളാണ്. ഇനി
മയ്യത്തിനോട് അടുപ്പം നോക്കുകയാണെങ്കിൽ 2 മക്കളാണ്. അപ്പൊ പിന്നെ മൂന്നാമത്തെ മാനദണ്ഡം ശരീഅത്ത് പരിഗണിക്കുന്നത് ഈ അനന്തരാവകാശികളിൽ ആർക്കാണ് സാമ്പത്തിക ബാധ്യത കൂടുതലുള്ളത്, അവർക്ക് കുറച്ച് സ്വത്ത് മറ്റുള്ള അപേക്ഷിച്ച് കൊടുക്കും. അതുകൊണ്ടാണ് യുസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്രിജ, പിന്നെ നിങ്ങൾക്ക് അവിടെയാണ് അള്ളാഹ് പറഞ്ഞത്. എന്ന് പറഞ്ഞ മയ്യത്തിലേക്കുള്ള ബന്ധവും ഒരുപോലെയാണ്, മയ്യത്തിനോടുള്ള ഖറാബത്തും ഒരുപോലെയാണ്, അഥവാ അത് തലമുറയും ഒരുപോലെയാണെങ്കിൽ പിന്നെ പരിഗണിക്കുന്നത് ഈ അനന്തര സ്വത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യത ആർക്കാണ് കൂടുതൽ. സ്വാഭാവികമായിക്കൊണ്ടും പുരുഷന്മാർക്കാണ് സാമ്പത്തിക ബാധ്യത ഉള്ളത്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക ബാധ്യത കൊടുത്തിട്ടില്ല. അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിന് ഡ്രസ്സായി കൊടുക്കണ്ട, മഹറായി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ബാപ്പാക്ക് അങ്ങോട്ട് ചെലവിന് കൊടുക്കണ്ട, ഭർത്താവിന് അങ്ങോട്ട് ചെലവിന് കൊടുക്കണ്ട, കുട്ടിക്ക് ചെലവിന് കൊടുക്കണ്ട, ഒന്നും വേണ്ട. മാത്രമല്ല ഈ ഭാര്യയുടെ എല്ലാ സാമ്പത്തിക വാലിൽ മൗലൂദിലവും റിസ്ഖുഹുന്നവർക്ക് സ്വത്തുമല്ല, ഭാര്യക്കുള്ള റിസ്ഖും കിസ്വത്തും ഭക്ഷണം ഒക്കെ കൊടുക്കേണ്ട ഭർത്താവാണ്. ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവില്ല. എന്നാലും അവർക്ക് പുരുഷനെ അപേക്ഷിച്ച് പുരുഷന്റെ പൗതി കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സ്ത്രീകളുടെ മുകളിൽ കൈകാര്യകർത്താക്കന്മാരാണ് പുരുഷൻ. 2 കാരണങ്ങളാണ്. ഒന്ന്, ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് അല്ലാഹ് ചില ഫദ്ൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. സമ്പത്തിൽ മാത്രമല്ല, ശരീരത്തിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യ നബിയാണ് അള്ളാഹ് ഉണ്ടാക്കി, ഹവ്വാബിനല്ലോ. ആദ്യ നബിയിൽ നിന്നാണ് അള്ളാഹ് ഹവ്വാബിനെ ഉണ്ടാക്കി. അപ്പം അതിന് തന്നെ പുരുഷന്റെ ആ ഒരു ഹവ്വാമിയത്ത് അവിടെ മനസ്സിലാവും. മാത്രവുമല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ ശാരീരിക ശക്തിയിലും മാനസിക ശക്തിയിലും അതുപോലെ തന്നെ പിന്നെ എല്ലാ കാര്യത്തിലും സ്ത്രീകളെക്കാൾ മുൻപന്തിയിലാണ് പുരുഷൻ. അതിപ്പോൾ നമ്മൾ ഈ ജനറൽ ന്യൂട്രന്റെ ചില കാലത്ത് ചില വിവരമില്ലാത്തൊരു അതിന് ആണും പെണ്ണും തുല്യം പറഞ്ഞിട്ടും കാര്യമില്ല. ആണിന്റെയും പെണ്ണിന്റെയും ശബ്ദം പോലും വ്യത്യാസം ഉണ്ട്. ഒരു മറക്കപ്പുറത്തുനിന്ന് പിന്നെ ആമിനക്കുട്ടിയും അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടിയും സംസാരിച്ചാൽ ഒന്ന് ആമിനക്കുട്ടിയാണ് സംസാരിക്കണത്, മുഹമ്മദ് കുട്ടി നമുക്ക് കാണാതെ അറിയില്ലേ, കേൾക്കൂലേ, കേട്ട മനസ്സിലാവില്ലേ? എന്തുകൊണ്ടാണ്? ആണിന്റെ ശബ്ദമല്ല പെണ്ണിൻ്റെത്, ആണിന്റെ വൈകാരികതയല്ല പെണ്ണിനുള്ളത്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഖബർ സിയാറത്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ജനാസയിൽ പങ്കെടുക്കാൻ പെണ്ണുങ്ങളോട് പറയാതിരിക്കുകയും ചെയ്തത്? ഒരു പെണ്ണുങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ട് ഖബർസ്ഥാനം ഉപയോഗിക്കാണെങ്കിൽ ഖബർ മറമാടി കുഴിച്ചോട്ടെ, കയ്യൂല പെണ്ണിക്ക് കനക്കില്ലത്ത സബർ, ക്ഷമ കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് പിന്നെ ജനാസ ഇല്ലാത്തത്. പിന്നെ ശാരീരികമായ ശക്തി പെണ്ണുങ്ങളെ മോശമാക്കാൻ പറയില്ല. അത് അള്ളാഹു നിശ്ചയിച്ച ആണിനെ പോലെ അല്ല പെണ്ണ്, പെണ്ണിനെ പോലെ അല്ല ആണ്. അതുകൊണ്ടാണ് ആണിനെ പോലെ പെണ്ണാകാൻ പാടില്ല. വസ്ത്രത്തിൽ പാടില്ല, പേരിൽ പാടില്ല, സംസാരത്തിൽ പാടില്ല, നടത്തത്തിൽ പാടില്ല, ഒന്നും പാടില്ല, മുടിയിലൊന്നും പാടില്ല. പെണ്ണിനെ പോലെ ആണുങ്ങൾ നടക്കാൻ പാടില്ല. ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ആണും പെണ്ണും കണ്ടത് മനസ്സിലാവില്ല. ആണുങ്ങൾ കൂടിയുണ്ട് പെണ്ണാണ് തിരിച്ചല്ല, പെണ്ണുങ്ങൾ കൂടിയുണ്ട് ആണാണ് തിരിച്ചറിയില്ല. റസൂലുള്ളാഹി ലഅനത്ത് ചെയ്ത വർഗ്ഗമാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ സമ്പത്തിൽ ഉത്തരവാദിത്തങ്ങൾ ആണിനാണെന്ന് പറഞ്ഞത് അതാണ്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. രണ്ടാമത്തെ എന്താ വെച്ചാൽ സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആണുങ്ങളാണ് അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടവർ. പുരുഷന്മാർക്ക് ആണ് എല്ലാ ബാധ്യതകളും, പെണ്ണുങ്ങൾക്കൊരു ബാധ്യതയില്ല, ഒരു ബാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബാധ്യതയും ഇല്ലാത്ത പെണ്ണുങ്ങളും പിന്നെ മയ്യത്തിന്റെ പെൺമക്കളും മുഴുവൻ ബാധ്യതയുമുള്ള മയ്യത്തിന്റെ ആൺമക്കളുണ്ട് അവിടെ. സ്വാഭാവികമായിക്കൊണ്ടും ബാധ്യതകൾ കൂടുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് നോക്കിക്കോ, ഒരു ബാപ്പൻ മരിച്ചു, 1 ലക്ഷം ഉറുപ്പിക ഉണ്ട് നോക്കിക്കോ, 1 ലക്ഷം. ഈ ആണിനും പെണ്ണിനും നമ്മൾ തുല്യ 50,000 ആണിനും ഒരു മകനും 50,000 പെണ്ണിനും കൊടുത്തു നോക്കിക്കോ. ഈ 50,000 കിട്ടിയ പെണ്ണിന് എന്താ ചെലവ്? ഈ 50,000 ഭർത്താവിനൊന്നും കൊടുക്കണ്ട, മക്കൾക്ക് ബാഗ് വാങ്ങണ്ട, സ്കൂൾ ഫീസ് എടുക്കണ്ട, വണ്ടി ഫീസ് എടുക്കണ്ട, റേഷൻ പടിയെ പോകണ്ട, പാല് വാങ്ങണ്ട, മീൻ വാങ്ങണ്ട, ഒന്നും ചെല്ലി 50,000 ഇവിടെ സേഫാണ്. നീ 50,000 കിട്ടിയ മകനോ ഈ ഭാര്യക്കുള്ള പർദ്ദയും ഡ്രസ്സും എല്ലാം വാങ്ങി കൊടുക്കണം. ഈ ഇതിനുള്ള എന്താ പറയുക, അവൻ്റെ മക്കൾക്കുള്ള ഫീസ് അടക്കണം, അവൻ്റെ കുടുംബത്തെ പോറ്റണം, വീടുണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം 50,000 കൊണ്ട്. ഇത് യഥാർത്ഥത്തിൽ നീതിയാകും?
ഒരു ഉത്തരവാദിത്വവും സാമ്പത്തിക ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പെണ്ണിന് ആണിന്റെ അതേ ഓഹരി കൊടുത്താൽ അത് അനീതിയായിരിക്കും, പുരുഷന്മാരോട് ചെയ്യുന്ന അനീതി. ഇപ്പൊ എന്താ വെച്ചാൽ പെണ്ണുങ്ങളോട് അനീതി ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആണുങ്ങൾക്കും സംസാരിക്കാൻ, ആണുങ്ങളുടെ കാര്യം പറയുന്നതോടാണ്. ആണുങ്ങൾ അനീതി ചെയ്യാൻ അത് പ്രശ്നമല്ല. പക്ഷെ ഇസ്ലാം അത് പരിഗണിച്ചിട്ടുണ്ട്. അനീതി ആണിനോടും പാടില്ല, പെണ്ണിനോടും പാടില്ല. അവിടെ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഥവാ മയ്യത്തിനോടുള്ള ബന്ധവും ഒരുപോലെയാണ്, തലമുറയും ഒരുപോലെയാണ് എങ്കിൽ പിന്നെ സാമ്പത്തിക ഉത്തരവാദിത്വം നോക്കുമ്പോഴാണ് ആണിന് പെണ്ണിന്റെ രണ്ടിരട്ടി കിട്ടുക. അവിടെ മാത്രമാണ്. അത് തന്നെയും അനന്തരാവകാശത്തെ മസലെടുത്ത് നോക്കിയാൽ ഏറി വന്ന 4-5 സ്ഥലങ്ങളിൽ മാത്രമാണ്. ബാക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞ ഒന്നുകിൽ ആണിന് പെണ്ണിന് തുല്യമായിരിക്കും, അതല്ലെങ്കിൽ ആണിനേക്കാൾ കൂടുതൽ പെണ്ണ് കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ പ്രോപ്പഗണ്ട, ഇസ്ലാമിലാകെ പെണ്ണിന് ആകെ പൗതി സത്യമുള്ളൂ, അതുകൊണ്ട് ആകെ പെണ്ണിനോട് നീതി പിന്നെ കാണിച്ചിട്ടില്ല എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു പുകമറയാണ്. നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഇത്രയും നല്ല ഒരു അനന്തരാവകാശ നിയമങ്ങൾ ഇത്ര ഭംഗിയായ രീതിയിൽ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടും പക്ഷെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഗുരുതരമായ ചില അനാസ്ഥകൾ അവർ കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ അനന്തര സ്വത്ത് ഓഹരി വെക്കാൻ വളരെ വൈകിപ്പിക്കുക. ഇപ്പൊ സമൂഹത്തിൽ വ്യാപകമായ രീതി കണ്ടുകൊണ്ട് ഈ കുടുംബ കേസും സ്വത്ത് കേസും ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഒന്നാമത്തെയും അടിസ്ഥാനപരമായ കാരണം വെച്ചാൽ സ്വത്ത് വൈകിപ്പിച്ചു, വേഗം ഒരിച്ചിട്ടാണ്. മയ്യത്തിന്റെ സ്വത്ത് എത്രയും പെട്ടെന്ന് ഓഹരി വെക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ഓഹരി. ചില ആൾക്കാർ ഇതിന് മുതലിനോടുള്ള ആക്രമണം പറഞ്ഞോട്ടെ. ആ പറയുന്നവന് ഈ ആംഗിളും പെങ്ങളും അല്ലെങ്കിൽ അനന്തരാവകാശികൾ തമ്മിൽ തെറ്റിയെടുക്കുമ്പോൾ നന്നാക്കാണ്ടാവില്ല. എത്രയും പെട്ടെന്ന് സ്വത്ത് ഓഹരി വെക്കണം. പക്ഷെ സമൂഹം ഇന്ന് വളരെയധികം അനാസ്ഥയാണ്. 10-15 കൊല്ലം പോലും കഴിഞ്ഞിട്ട് സ്വത്ത് ഓഹരി വെക്കാത്തവരുണ്ടെങ്കിൽ അധികം ഏറ്റവും വലിയ ഗുരുമാണ് സഹോദരന്മാരെ, ഏറ്റവും വലിയ ഗുരു. അതിലൊന്നെന്താ വെച്ചാൽ ഒരുമാക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ ഈ മയ്യത്തിന്റെ സ്വത്തിൽ നിന്നാണ് ആ മയ്യത്തിന്റെ തജീസിന് വേണ്ട, അഥവാ കഫം പുടവടക്കം, ആ മയ്യത്തിന് മറമാടുള്ള ചെലവടക്കം ശരിക്കും ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഈ മയ്യത്തിന്റെ സ്വത്ത് എടുക്കണ്ടേ. വേറെ ആരെങ്കിലും ഹദിയ കൊടുക്കുക, സ്വതം കൊടുക്കുക തെറ്റൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ആ മയ്യത്ത് മരിച്ചാൽ ആ മയ്യത്തിന്റെ കഫം പുടവടക്കം, അതുപോലെ തന്നെ ആ മയ്യത്തിന്റെ പിന്നെ മറമാടാൻ എന്തൊക്കെ ചെലവുകളുണ്ടോ ആ ചെലവുകൾ മുഴുവനും മയ്യത്തിന്റെ സമ്പത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ മയ്യത്തിന് വല്ല വസിയത്തും ഉണ്ടെങ്കിൽ ആ വസിയത്ത് മയ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് കൂട്ടണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇനി വസിയത്ത് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് മറച്ചു വെക്കാൻ പാടില്ല. ഇത് വൈകിപ്പിക്കുന്നതോടുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇപ്പൊ നോക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് വൈകിപ്പിക്കൂ, പിന്നെ അത് അള്ളാഹു നിശ്ചയിച്ചൊരു ഓഹരിയാണ്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഫരീദ്, അള്ളാഹ് പറഞ്ഞല്ലോ ഫരീദത്തും മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഫർളാക്കപ്പെട്ട ഒരു ഓഹരിയാണ്. ആ അള്ളാഹ് നമുക്ക് ഓഹരി വെച്ച് തന്ന് അതിന്റെ എണ്ണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടുപോകണം. ഇത് സമൂഹത്തിൽ അത് സുന്നി മുജാഹിദും ജമാഅത്തും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുത്തനാചാരമാണിത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്. സ്വത്തോലിക്കൂല, അവർക്ക് കുറച്ചുകൂടി ഒരുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നസീബ മഫ്റൂദ, അല്ലാഹ് ഫർളാക്കിയ ഓഹരിയെ നമ്മൾക്ക് പിന്തിപ്പിക്കാൻ എന്താണ് സഹോദരന്മാരെ അധികാരമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, മത്തുൽ ഗനി യദുൽമുൻ, ഒരാൾക്ക് ഒരു അവകാശം കൊടുത്തു വീട്ടാൻ കഴിഞ്ഞിട്ടും അയാൾ ആ അവകാശം കൊടുത്തു വീട്ടാതെ ദീർഘിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദുൽമാണ്, അക്രമമാണ്. മക്കൾ മാത്രമേ വേഗം ഒരുമിച്ച് കൂടുക, സ്വത്തൊരുക്കുക, വേഗം രജിസ്ട്രേഷൻ തീർക്കുക. അത് ഇനി എത്രയും പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന്. അപ്പൊ നമ്മൾ ആളുകൾ ബാപ്പ മരിച്ച ഒരാഴ്ച ആയില്ല, അപ്പോഴത്തേനുണ്ട് മുതലൊരിക്കണം, മക്കളൊരാക്രമണം. അത് പറഞ്ഞോട്ടെ, ഇസ്ലാമിക ശരീഅത്താണ് നമ്മൾ നടപ്പിലാക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ബാപ്പ മരിച്ചു, 4 മക്കളുടെ നോക്കിക്കൊള്ളു, 5 കൊല്ലമായിട്ട്. ഇപ്പൊ എന്നോട് നാള് പിന്നെ കൊണ്ടോട്ടി എന്നൊരു ഭാഗത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, 16 കൊല്ലമായി ഞങ്ങൾ വാപ്പാന്റെ സ്വത്ത് വരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ പോലും ലോകത്ത് വേറെ ആരാ ചെയ്തിട്ട്? ഏറ്റവും വലിയ അക്രമികളല്ലേ ഈ 16 കൊല്ലം. പിന്നെ ഞങ്ങൾ ആലോചിച്ചു, ഒരു 5 മക്കൾ മതി വാപ്പാക്ക്, അപ്പൊ മരിച്ച 5 മക്കളുണ്ട്.
ഈ സ്വത്ത് ഒരു വെക്കുന്നതിനിടയിൽ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു മകൻ മരിച്ചു. ഒരു മകൻ മരിച്ചു. ഈ ബാപ്പാന്റെ സ്വത്ത് ഈ മകന് ആസ്വദിക്കാൻ 2 കൊല്ലം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം ബാപ്പാന്റെ സ്വത്ത് മരിച്ചെങ്കിലും ഓന്റെ സ്വത്തും വേറെ കിട്ടുള്ളൂ. ഈ 2 കൊല്ലം ഈ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിൽ നിന്നും ആ സ്വത്ത് ആസ്വദിക്കുന്നതിൽ നിന്നും ഈ മരിച്ച മകനെ തടഞ്ഞതാരാണ്? എല്ലാവരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് അത് ദുൽമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, നമുക്കറിയാലോ, ഇപ്പൊ ഇന്ന് ഓരോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വർഷം കഴിയും തോറും സ്വത്തിനും ഒന്നുകിൽ വില കൂടാം അല്ലെങ്കിൽ വില കുറയാം, ഏറ്റവും വ്യത്യാസം വരും. ഇപ്പൊ ഇന്നിപ്പോ കിട്ടുന്ന ഇന്ന് വാപ്പ മരിച്ചു അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് സ്വത്ത് ഒരിക്കുന്നതിന് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് സാഹചര്യങ്ങളൊക്കെ മാറി. ഇന്നുള്ള വില അന്ന് കിട്ടണില്ല. അപ്പൊ നമ്മൾ അന്ന് പറയും, ഈ പെങ്ങന്മാരും ആങ്ങളാരെന്ന് പറയും, അന്ന് ഒരിച്ചെങ്കിൽ അന്ന് വിറ്റിന് ഇത്ര 2 ലക്ഷം ഷെയർ കിട്ടിയെന്ന്. ഈ വിലയിലും മൂല്യത്തിലും വ്യത്യാസം വരും. അത് സ്വർണത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലാണെങ്കിലും ബിൽഡിങ്ങിലാണെങ്കിലും ഒക്കെ. വാപ്പാക്ക് പുളിക്കലങ്ങാടി ബിൽഡിംഗ് ഉണ്ട്, വാടകയിൽ വ്യത്യാസം വരും. അതൊക്കെ വാപ്പാൻ മാ തറക്കാന്നല്ല പറഞ്ഞു. എന്താണോ മയ്യത്തിന്റെ സ്വത്തായിട്ടുള്ളത് അതെല്ലാം ഉണ്ട്. എത്രത്തോളം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിഷയം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ആട് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞാൽ ആടെ വീട്ടിലുള്ള സാധനം വരെ മയ്യത്തിൻ്റെതാണ്. വീട്ടിലെ സാധനം വരെ മയ്യത്തിൻ്റെ. ഇതിൽ ഇബ്നു തൈമിയ്യ പറയാൻ, ആ വീട്ടിൽ നിന്ന് ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അതിന്റെ അനന്തരാവകാശികൾ അനുവാദം ചോദിക്കണം എന്നാണ്. കാരണം സ്വത്ത് വാപ്പാൻ്റെതല്ല. ഇനിയിപ്പോ വാപ്പൻ്റെ അമ്മ നമുക്ക് വാപ്പാൻ്റെ ബന്ധമുണ്ട്. ഇനി അനന്തരാവകാശികളാണ് സ്വത്ത്. ഇനി അനന്തരാവകാശികളുടെ സ്വത്ത് ചോദിച്ചിട്ട് ഇബ്നു തൈമിയ്യ സല്ലാജ് വരെ ഫ്രിഡ്ജ് വരെ ഉപയോഗിക്കണമെങ്കിൽ അനന്തരാവകാശികൾ അനുവാദമാണ് ഇബ്നു തൈമിയ്യ ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടോ? നമ്മൾ ആലോചിച്ചു. ഇനി മാത്രമല്ല, ഇതിൻ്റെ വേറെ വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ വാപ്പ മരിച്ചു, 1 ഏക്കർ തെങ്ങുതോട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ പറമ്പുണ്ടാവും, ഒരിച്ചുണ്ടാവും, തേങ്ങ അങ്ങനെ ഇടലുണ്ടാവും. ആരെ സക്കാത്ത് കൊടുക്കില്ല? അല്ലെങ്കിൽ നെല്ലങ്ങനെ കൊയ്യുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ വാടക അങ്ങനെ കിട്ടുണ്ടാവും. ആരെ സക്കാത്ത് കൊടുക്കുക? മൂത്തവർ ഞാൻ കൊടുക്കില്ല, കൊടുത്തോളം കാരണം ഉത്തരവാദിത്തം സ്വത്ത് വലിച്ചിട്ടില്ല. ഇത് വളരെ വലിയ ഗുൽമാണ് സഹോദരൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ഇന്ന് സമൂഹത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, സ്വത്ത് ഓരി വെക്കാൻ ദൈർഘ്യം കാണിക്കുക. അതൊരിക്കലും എത്രയും പെട്ടെന്ന് ഓരി വെച്ചോ. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ വാപ്പ് മരിക്കുമ്പോൾ ആ കുറച്ചൊക്കെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഒരു മാസം കഴിഞ്ഞ പെങ്ങളെന്ന് പറയും, പിന്നെ അളിയാങ്ക പറഞ്ഞത് എനിക്ക് ആ റോഡിന്റെ സൈഡിലുള്ള അവിടെ എനിക്ക് മതിയെന്ന് അളിയാങ്ക, എല്ലാ അളിയാങ്കയാണ്ട് പറയാം. അപ്പൊ അളിയാങ്ക പറഞ്ഞു, അളിയാങ്കാണെങ്കിൽ ഇത് ഒരു ആഴ്ചയോട് ഒരിച്ചിന്റെ അളിയാക്കൊന്നും പറയണ്ടാവില്ല. പക്ഷെ ഈ സമയം ദൈർഘ്യം കൂടുന്തോറും വെച്ചാൽ അളിയാക്കാക്ക് വേറെ എന്ന് പറയാണ്ടാവും, കാരണവർക്ക് വേറെ എന്ന് പറയാണ്ടാവും, മറ്റേ അളിയാക്ക് ചെറിയ അളിയാക്കൾക്ക് വേറെ കിട്ടാണ്ടാവും. ഇങ്ങനെ ഈ സമയം ദീർഘം തോറും പറഞ്ഞല്ലേ, നിങ്ങളുടെ സമ്പത്തിനോട് അമിതമായി ഹബ്ബുള്ളവരാണ്. അത് മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സമ്പത്തിന് മാല് എന്ന് അറബിയിൽ പറയാം. മാലുൻ എന്ന് പറഞ്ഞാൽ മാല എമീൽ എന്നുള്ള ഫേലുണ്ടായതാണ്. മാല എമീൽ എന്ന് പറഞ്ഞാൽ ചായ്വുന്നാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സമ്പത്തിനും ചായ്വുണ്ട്. അത് മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്. ആർക്കപ്പ സമ്പത്ത് വെറുതെ വേണ്ടാറ് ആരും പറയില്ല, ഏത് കോടീശ്വരൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വൈകും തോറും, ഈ വൈകാരികത അസ്തമിക്കും തോറും മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി കൂടി വരും. അപ്പൊ പിന്നെ എനിക്ക് പുളിക്കലങ്ങാടില നടുവിലുള്ള ബിൽഡിങ്ങിന് കിട്ടണം, ഈ 2ാം നിലല്ലോ എനിക്ക് 1ാം നിലയിലെ ബിൽഡിംഗ് വാടക കിട്ടണം, അല്ലെങ്കിൽ 5ാം നില ആദ്യം 5ാം നില കുഴപ്പമില്ല, പിന്നെ 5ാം നില പിന്നെ ഇറങ്ങി 1ാം നിലയായി അങ്ങനെ വരും. അതെന്തുകൊണ്ട് വെച്ചാൽ ആ വൈകാരികത അവസാനിക്കുമ്പോൾ ഇതിനോടുള്ള ഇങ്ങനെ വരും. അതുകൊണ്ട് വേഗം അത് ഓഹരിച്ചു പോയാൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സമൂഹത്തിൽ ഇത് വളരെ വലിയ അശ്രദ്ധകൾ കാണും. അതാണ് ഒന്നാമത്തെ. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് മുജാഹിദുകൾക്കിടയിൽ കണ്ടുവരുന്ന രീതി എന്താ ചോദിച്ചാൽ, ഇസ്ലാമിന്റെ അനന്തരാവകാശപ്പോ ബാപ്പ ചിന്തിക്കാണ്, ഇപ്പൊ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മോനിക്ക് കണക്കാണ്, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തുല്യമായിട്ടുള്ള ഒരു ചുരുക്കം ഇപ്പൊ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന തനിച്ച തോന്നിയാസാണ്. തോന്നിയാസം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് ഈ അനന്തരാവകാശ നിയമത്തിന്റെ ആവശ്യമില്ല. വാപ്പാക്ക് ഇഷ്ടംപോലെ വിളിച്ചെടുത്താൽ മതി.
ഇസ്ലാമിൽ ഈ 3 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫരീദത്തുൻ മിനല്ലാഹ് നസീബുൻ മഫ്റൂള എന്നൊക്കെ പറഞ്ഞ്, ഇനി മാത്രവുമല്ല അതിനുശേഷം തിൽക ഹുദൂദുല്ലാഹ്, അതൊക്കെ അള്ളാഹിന്റെ നിയമങ്ങൾ, അങ്ങനെ പാലിക്കണം എന്നൊക്കെ നിയമങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകനെത്ര, മകൾക്കെത്ര, പെണ്ണുങ്ങൾക്കെത്ര. പിന്നെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ആവശ്യമുണ്ടോ? തുല്യമായി ഓരി വെച്ച് കൊടുക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്ന് മുജാഹിദുകൾ, എനിക്കറിയാം, മുജാഹിദുകൾ തന്നെ നല്ല വിവരമുള്ള ആളുകൾ പോലും ഇത് ചെയ്തിട്ടുണ്ട്. കാര്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ? സ്വത്ത് ഒരുപോലെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തെ കൊഞ്ഞനം കുത്തുന്ന രീതി. ഇതിൻ്റെ ഒരുപാട് അപകടമുണ്ട്. ഒന്നെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹ് താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹ് പറയാണ് ഫരീദത്തുൻ മിനല്ലാഹ്. അള്ളാഹ് ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ഫരീദത്തുൻ മിനല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിയമമാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു ഹലീമാണ്, ഹക്കീമാണ്. അള്ളാഹിന്റെ നിയമത്തിൽ എത്ര ഇൽമും ഹിക്മത്തുള്ള നിയമം ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ് തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹിന്റെ അതിർത്തികളാണ്, ബൗണ്ടറികളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഈ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് അള്ളാഹു റസൂലിനെ അനുസരിച്ചാൽ ഇദ്ഖുൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഓനാണ് സ്വർഗ്ഗം. അപ്പൊ സ്വർഗ്ഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന മാർഗ്ഗമാണ് ഈ വമൻ യഅസില്ലാഹ വറസൂലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെങ്കിലും ധിക്കരിച്ചാൽ, വയതഅദ്ദ ഹുദൂദഹു, അവന്റെ നിയമങ്ങൾ ആരെങ്കിലും അതിര് കവിഞ്ഞ് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ യുദ്ഖിൽഹു നാറൻ, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു. സൂറത്തുൻ നിസായിൽ അനന്തരാവകാശം പറഞ്ഞിട്ടാണുള്ള ഈ ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഉള്ള പിന്നെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഇന്ന് മുസ്ലിം ലോകത്ത് വ്യാപകമായി, ഇത് അറബ് രാജ്യങ്ങളിലുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ തെറ്റ് എന്തുകൊണ്ടാണ് ഇത് ശരിയായിട്ട് പ്രകാരം ശരിയല്ല, ജീവിച്ചിരിക്കുമ്പോൾ ബാപ്പ മക്കൾക്ക് ഒരുപോലെ സ്വത്ത് ഒലിച്ചു കൊടുക്കുക. ഇതിൽ ഒന്നാമത്തെ തെറ്റെന്താ വെച്ചാൽ ഇസ്ലാമിലെ അനന്തരാവകാശം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള സമ്പത്തിന്റെ അവകാശത്തിനാണ്. അപ്പോൾ അനന്തരാവകാശം. ഇനി ഇംറഉൻ ഹലക എന്നാണ് പറയുന്നത്, ഒരു മനുഷ്യൻ മരിച്ചാലേ അനന്തരാവകാശം കിട്ടുള്ളൂ. അവര് ജീവിച്ചിരിക്കുമ്പോഴോ ഇനിയുള്ള വലിയ പ്രശ്നം നിങ്ങൾ ആലോചിച്ചു. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ അയാൾ പിന്നെ ബാപ്പ ജീവിച്ചിരിക്കേണ്ട ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. ബാപ്പ ഉമ്മയുണ്ട് നോട്ടിക്കൊണ്ട്, ഭർത്താവ് ഈ ഭാര്യയുടെ ഇയാളുടെ പിന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ച് വാര് ഒലിച്ചു കൊടുത്ത് മകനും മകൾക്ക് ഒരുപോലെ ഒലിച്ചു കൊടുത്ത്. ശരി, ഇനി ഈ ബാപ്പ മരിക്കുന്നതിൻ്റെ മുമ്പ് ഇതിലൊരു മകനെ മരിച്ചു നോട്ടിക്കൊടുക്കണം. ഈ മകനെ മരിച്ചു നോട്ടി എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഈ ബാപ്പാന്റെ സ്വത്തിൽ മരിച്ച മകന് അവകാശം ഉണ്ടാവില്ല. കാരണം ഈ മയ്യത്ത് മരിക്കുമ്പോൾ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക് ഇസ്ലാമിക ശരീഅത്ത് സ്വത്തിൽ അവകാശം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ബാപ്പ മകൻ ആദ്യം സ്വത്തോടെ ഉപയോഗിച്ചു. ശരീഅത്ത് പ്രകാരം ഈ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് മകൻ മരിച്ചാൽ ആ മരിച്ച മകൻ ഇസ്ലാമിക സ്വത്ത് ഉണ്ടാവില്ല. പക്ഷെ ബാപ്പയോട് ഒരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഒരിച്ചു കൊടുക്കുക? ഇപ്പൊ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു നിയമത്തെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. ഇനി നോക്കിങ്ങളും ഈ മകന് സ്വത്താണ് ഒരിച്ചു കൊടുത്തത്. ബാക്കിയുള്ളതും കൂടി കിട്ടാൻ വേണ്ടി ബാപ്പാനെ മകനാണ് കൊന്നു നോട്ടിക്കൊടുക്കും. ബാപ്പാനെ മക്കൾ കൊല്ലണ കാലാട്ടം വ്യത്യാസം. ഇസ്ലാമിക ശരീഅത്തിൽ അനന്തരമെടുക്കുന്ന മക്കൾ പിതാവിനെ കൊന്നാൽ മക്കൾക്ക് സ്വത്തില്ല, മക്കൾക്ക് സ്വത്ത് കിട്ടൂല. പിന്നെ പറയാം കാത്തിന് സ്വത്തില്ല. ഇനി അതല്ലെങ്കിൽ മതം മാറി നോക്കിപ്പോയി നഅൂദുബില്ല, ഓ മുർത്തത്തായി പോയി, എന്ത് പഠിച്ചോന് എന്ത് പറയലോ എന്ന് പറഞ്ഞ് മുൽഹിദായി പോയി. അപ്പോൾ സ്വത്ത് കിട്ടൂല. പക്ഷെ വാപ്പോട് സ്വത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മതത്തിന്റെ ശരീഅത്തിന്റെ നിയമപ്രകാരം സ്വത്ത് തടയപ്പെടുന്ന അവസ്ഥകൾ മക്കൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപോലെ സ്വത്ത് ഓതി വെച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ശരിയല്ല. ഇനി മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാപ്പ മക്കൾക്കും സ്വത്ത് ഒലിച്ചിട്ട് ബാപ്പ കുറച്ച് സ്വത്തുണ്ട്. ഇനി ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ ബാപ്പാക്ക് രോഗം വരും, ബാപ്പാക്ക് രോഗം വരും. പക്ഷെ ബാപ്പാക്ക് രോഗം വരുമ്പോൾ ബാപ്പാക്ക് ചികിത്സിക്കാനുള്ള സ്വത്തുണ്ടാവില്ല, ഒക്കെ മക്കൾ കൊടുത്തില്ലേ.
ജീവിച്ചിരിക്കുമ്പോൾ പിതാവിൻ്റെ സ്വത്ത് പൂർണ്ണമായും പിതാവിൻ്റെതാണ്. ആ പിതാവിൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് പിതാവിൻ്റെ സ്വത്ത് തന്നെയാണ്. ബാപ്പാക്ക് അസുഖം വന്നു, ബാപ്പാക്ക് കണ്ടവാന സ്വത്തുണ്ട്, ഒക്കെ മക്കൾക്ക് കൊടുത്തു. ഇനി ബാപ്പാക്കൊന്നുമില്ല, ബാപ്പാക്ക് രോഗം വന്നു, പിന്നെ മക്കളോട് ഇറക്കേണ്ടി വരും. മക്കൾക്ക് തരുന്ന ഉറപ്പുണ്ടോ? ഒരുറപ്പില്ലല്ലോ. മക്കൾ തരുന്നുണ്ടോ ഉറപ്പുള്ളത്? അപ്പൊ പിതാവിൻ്റെ സ്വത്ത് മുഴുവനും അങ്ങനെ ചിലപ്പോ പിന്നെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി വാപ്പാക്ക് സ്വതം കൊടുക്കാൻ ഉണ്ടാവും, കറൊക്കെ ചോദിച്ചു കൊടുത്തു. അപ്പൊ ഇത് ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ മാത്രമല്ല. ഇനി പലപ്പോഴും എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഈ പിന്നെ വൃദ്ധസദനത്തൊക്കെ കൊണ്ടുപോയി ആക്കുന്ന മക്കളപ്പൊ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ മലപ്പുറം ജില്ലയിൽ വരെ ഈ വൃദ്ധസദനങ്ങളൊക്കെ കൂടി വരികയാണ്. വയസ്സായവരും കുടുംബത്തിലും വീട്ടിലൊക്കെ ഭാരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാപ്പാന്റെ സ്വത്തും കൂടി ആദ്യം ഒരിച്ചെടുത്താൽ പിന്നെ ബാപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മോനോട് പോകും. ബാപ്പയോട് പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ആകളെ ബന്ധിച്ച വാപ്പ മരിച്ചാൽ മകന്റെ സ്വത്ത് അവനെ സ്വത്തിട്ടാണ്ടുള്ളത് ആ ബന്ധത്തിനെങ്കിലും അവന് വാപ്പാനെ നോക്കണ അവസ്ഥ ഉണ്ടാവും. ഈ ജോലിച്ചെടുത്തില്ലെങ്കിൽ നേരെ ചോദിച്ചെടുത്താൽ ചിലപ്പോൾ അതുകൂടി ഇല്ലാതെ മകനെ പിന്നെ എന്താ പറയുക, മക്കൾ പിതാക്കന്മാരെ നോക്കാത്ത അവസ്ഥയും ഉണ്ടാകും. ഇത് ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ട് ശരീഅത്തിന്റെ നിയമങ്ങളെ ഒരിക്കലും നമ്മൾ പിന്നെ മറികടക്കണം. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഹദിയ വാപ്പാക്ക് കൊടുക്കാം. ഹദിയ കൊടുക്കുമെന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം. പക്ഷേ ഹദിയ കൊടുക്കുമ്പോഴും അനന്തരാവകാശത്തിന് സ്വത്ത് ബാക്കി വെക്കണം. അതുകൊണ്ട് വസിയത്ത് പോലും 1/3 ഏറി വന്നാൽ പാടില്ല. 5 ഏറ്റവും നല്ലതെന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് 1/3 പറഞ്ഞത്. വസ്തുലുസ് കസീർ പറഞ്ഞു. പക്ഷെ സഹാബത്തൊക്കെ ഇബ്നു അബ്ബാസ് അടക്കമുള്ള ആളുകൾക്ക് പറഞ്ഞു വെച്ചാൽ അത് റസൂലുള്ളാഹിയുടെ അങ്ങേയറ്റം ആവശ്യപ്പെട്ടപ്പോഴാണ് 1/3 പറഞ്ഞു. ഏറ്റവും നല്ലത് അനന്തര വസിയത്ത് കൊടുക്കാൻ നല്ലത് 5/1. സ്വത്തിന്റെ 5/1 കൊടുക്കുക, അതാണ് ഏറ്റവും സുന്നത്ത്. വസ്തുലുസ് കസീർ എന്നാണ് പറഞ്ഞത്, ഏറ്റവും വലിയ. ബാക്കിയുള്ള സ്വത്ത് വസിയത്ത് പോലും 5/1 കൊടുക്കാൻ പാടില്ല. പിന്നെ ഹദിയ എങ്ങനെ തോന്നെ കൊടുക്കാം? അപ്പൊ ഹദിയ കൊടുക്കുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം നീതി കാണിക്കണം. അതേ സമയത്ത് മുഴുവൻ സ്വത്തും ഹദിയ കൊടുക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ നടക്കുന്നത്, ഹദിയ എന്ന് പറയും. പക്ഷെ ഹദിയാണെങ്കിൽ മുഴുവൻ സ്വത്തുകൾക്ക് വസിയത്താണെങ്കിലും കൊടുക്കാൻ പാടില്ലല്ലോ. കാരണം നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നെ അന്നഹു അബാഹു അതാബി ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. നുഅ്മാൻ ബശീർ ഫഖാല, അദ്ദേഹം പറയുന്നു, ഇന്നി നഹൽതു ബിനി ഹാദാ ഗുലാമൻ, എൻ്റെ കുട്ടിക്ക് ഞാൻ അടിമയെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അടിമ വാങ്ങിക്കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വാഹനം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നല്ല സ്വത്ത് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ അന്ന് അടിമ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അകുല്ലു വലദക വകുല്ലു വലദിക നഹൽത മിസ്ലഹു, ഇതുപോലെ എല്ലാ മക്കൾക്കും നീ കൊടുത്തിട്ടുണ്ടോ? ഫഖാല ലാ, അല്ല, ഈ കുട്ടിക്ക് മാത്രമേ ഞാൻ അടിമ കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ ഫർജിഉ, അതൊന്നുകിൽ അവരിൽ നിന്ന് മടക്കി വാങ്ങി എല്ലാ മക്കൾക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഹദിയ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഹദിയ കൊടുക്കുമ്പോൾ പിന്നെ സമത്തിലാണ് കൊടുക്കേണ്ടത്. അതേ സമയത്ത് ഇത് സ്വത്ത് മുഴുവൻ ഹദിയ കൊടുക്കുക എന്നുള്ള ഏർപ്പാട് ഇസ്ലാമിലില്ല. അനന്തരാവകാശം മരിക്കുന്നതിന് മുമ്പ് തന്നെ, വാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ അനന്തരാവകാശം കൊടുക്കുക എന്ന രീതി ഇസ്ലാമിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം വെച്ചാൽ, വ്യത്യസ്തമായ മൂല്യങ്ങളുള്ള സ്വത്തുകൾ ഉണ്ടാവും. ഇപ്പം ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു പുളിക്കലുള്ളൊരു വാപ്പ മരിച്ചാൽ ചിലപ്പോൾ പുളിക്കലങ്ങാടിയിൽ അദ്ദേഹത്തിന് സ്വത്തുണ്ടാവും, ചിലപ്പോൾ ആന്തിരക്കുന്ന സ്വത്തുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മലയിൽ സ്വത്തുണ്ടാവും. അപ്പം ഈ സ്വത്തുക്കളുടെയൊക്കെ മൂല്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. മൂല്യങ്ങൾ വ്യത്യാസമുള്ളതിനെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ അനന്തരം മനസ്സിലാക്കേണ്ടത്. അതല്ല ഇവിടെ വേറെ ഈ സ്വത്ത് വേറെ ഒരിക്കുക, അല്ല ആ സ്വത്ത് വേറെ ഒരിക്കുക, ആ സ്വത്ത് മൊത്തം സ്വത്തിനെ കൂട്ടിക്കൊണ്ട് വില നിശ്ചയിക്കണം. ആ വില നിശ്ചയിച്ചിട്ട് ആ വിലക്കുള്ള സ്വത്ത് ഒരു മകൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വില കൂടിയ സ്ഥലം കിട്ടുന്ന മകന് ഓഹരി കുറയും. ഈ പണ്ടൊക്കെ പിന്നെ ഈ അരിമ്പ്രമനെ പറ്റി പറഞ്ഞ അതൊക്കെ ഫുള്ള് പെണ്ണൂരിയാണ്. കാരണം ആണൂരൊക്കെ റോഡ് സൈഡ് ആങ്ങളാരെടുക്കും, ഇപ്പൊ ആങ്ങളാർ മേപ്പോട്ട് വെക്കാം. കാരണം ഫുള്ള് കോടികളെല്ലാം മറന്നത്. കാരണം അന്നവിടെ കാടും കൂടും പിടിച്ച് മനുഷ്യൻ പോലും കിടക്കാത്ത നാടിന്റെ അരിമ്പ്രമലൊക്കെ. എന്നാൽ അതൊക്കെ പെണ്ണൂരിയായിട്ട് ഇങ്ങനെ കൊടുത്തതാണ്. ഇപ്പൊ അവിടെയാണ് സമ്പത്ത് വരുന്നത്, റോട്ടിലുള്ളവർക്കൊന്നും കിട്ടുന്നില്ല.
എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇസ്ലാമില്ല. അത് സ്വത്ത് ഊരി വെക്കുമ്പോൾ എല്ലാ മുതലും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മൂല്യം നോക്കി മൂല്യത്തിനനുസരിച്ച് കൊണ്ടാണ് വേർതിരിവ് കാണിക്കേണ്ടത്. പിന്നെന്താ വെച്ചാൽ ഈ പൊതുവെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്വത്ത് ഒലിക്കാൻ നേരത്താണ് പുതിയ വസിയത്ത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നോട് വാപ്പ അത് പറഞ്ഞിനി, പിന്നെ ഉമ്മ അത് പറഞ്ഞിനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ആർക്കെങ്കിലും പോലെ വസിയത്ത് കൊടുക്കണമെങ്കിൽ ഒക്കെ ലിഖിതമായ രേഖ സഹിതം എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കാലശേഷം മക്കൾ തല്ലുകൊണ്ട അവസ്ഥ. നമുക്ക് വല്ല വസിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അനന്തരാവകാശിക്ക് വസിയത്തില്ല, അനന്തരാവകാശ സ്വത്തത കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു പേരക്കുട്ടിയുണ്ട്, ഒരു വാപ്പാക്ക് 5 മക്കൾ, 5 ആൺകുട്ടികളുണ്ടെങ്കിൽ 5-ൽ ഒരു ആൺകുട്ടി ആദ്യം മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആൺകുട്ടിക്ക് സ്വത്തുണ്ടാവില്ല, പക്ഷെ ആൺകുട്ടിൻ്റെ കുട്ടികളുണ്ടാവും. ഈ ആൺകുട്ടീൻ്റെ സ്വത്ത് അത് പേരക്കുട്ടിയെന്നാണ്. ഈ വല്യാപ്പാൻ്റെ പേരക്കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഈ ആൺകുട്ടികളുള്ളതുകൊണ്ട് സ്വത്തുണ്ടാവില്ല, ആ പേരക്കുട്ടികൾ ഫക്കീറായിരിക്കും. അപ്പം ഈ വല്യാപ്പ എന്ത് ചെയ്യണം? ഈ പേരക്കുട്ടിക്ക് വസിയത്ത് ചെയ്തിരിക്കണം. വസിയത്ത് പറഞ്ഞു വെച്ചാൽ വസിയത്ത് എഴുതി വെക്കണം. വസിയത്തിൻ്റെ പ്രാധാന്യമാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ വസിയത്ത് ആളുകൾ അറിയുമ്പോൾ, ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വാപ്പ എനിക്ക് ആ സ്വത്ത് ഒരുക്കുമ്പോൾ ആ പുളിക്കനങ്ങാടില്ല ആ ഭാഗം എനിക്ക് തരണം വസിയത്ത് എഴുതിനി. ആരുടെ വസിയത്ത് എഴുതിനി? എന്താ പറഞ്ഞു? വാപ്പനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ധൈര്യത്തിലും പറഞ്ഞത് അങ്ങനെ വസിയത്ത് പറയാൻ പറ്റില്ല. വസിയത്തുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് വസിയത്തിൻ്റെ വിഷയം ഇന്ന് ആളുകൾക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അശ്രദ്ധ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമുക്ക് കടം വീട്ടിയിട്ട് അനന്തരം എടുക്കാൻ പാടുള്ളൂ. വയ്യത്തിന് വസിയത്തും കടവും കഴിച്ചിട്ട് ബാക്കിയുള്ള സ്വത്തില് അനന്തരം ഊരി വെക്കാൻ പാടുള്ളൂ. പക്ഷെ അവിടെ പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ബഅദി വസിയത്തി യൂസീന ബിഹാ ഔദൈൻ, കടത്തേക്കാൾ വസിയത്തിന് അല്ലാഹു അവിടെ മുന്തിച്ചിട്ടുണ്ട്. ശരിക്ക് ശരീരത്തിന്റെ നിയമപ്രകാരം കടത്തിനാണ് മുൻഗണന, പിന്നെയാണ് വസിയത്ത്, പിന്നെയാണ് അനന്തരാവകാശികൾ. ഒരാൾക്ക് വാപ്പ മരിച്ചു, വാപ്പ കുറച്ച് കടമുണ്ട്, കുറച്ച് വസിയത്തുണ്ട്. അപ്പോൾ ആദ്യം കടം വിട്ടുക, ബാക്കിയുള്ള സ്വത്തിൽ വസിയത്ത് നടപ്പിലാക്കുക. ആ വസിയത്ത് നടപ്പിലാക്കിയിട്ട് ബാക്കിയുള്ള സ്വത്ത് എത്ര ഉണ്ടോ അത്ര വരെ പാടില്ല. പക്ഷെ ഖുർആനിൽ പറഞ്ഞപ്പോൾ ആദ്യം വസിയത്തിനാണ് പറഞ്ഞത്, പിന്നെയാണ് ദൈനെ പറ്റി പറഞ്ഞത്. അതിന് ഇബ്നു ഹസീം റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറിൽ കാണാം എന്തുകൊണ്ടാണ് വസിയത്തിനെ മുന്തിച്ചത്. വസിയത്തിനെ മുന്തിക്കാൻ കാരണം വസിയത്ത്, ഈ കട ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചു വരും, എനിക്ക് വാപ്പത്ര കടം തരാണ്ട് ആൾക്കാർ കടക്കാർ ചോദിച്ചു വരും. പക്ഷെ വസിയത്ത് ഒരാൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, ആ പേരക്കുട്ടി അറിഞ്ഞോളന്നില്ല, വല്യാപ്പ സ്വത്ത് ഒരിച്ച് പിന്നെ വസിയത്ത് ചെയ്ത്. അപ്പോൾ ഒരു പക്ഷം എന്താ വെച്ചാൽ ആ വസിയത്ത് മറച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് അനന്തരാവകാശികൾ. കാരണം ദൈന് പോലെ ദൈന് മറച്ചേക്കാൻ കഴിയില്ല, ദൈന് ആരാണ്ടാണോ അവൻ ചോദിച്ചു വരും. പക്ഷെ വസിയത്ത് പലപ്പോഴും ആളുകൾ ചോദിച്ചു എന്നോളന്നില്ല. അതുകൊണ്ട് തന്നെ ആ കടത്തിന്റെ അതേപോലെ തന്നെ, കാരണം കടക്കാരും കൂടി ചോദിച്ചു വരും, പക്ഷെ വസിയത്ത് ചോദിച്ചു വരാത്തതുകൊണ്ട് നിങ്ങൾ അതിന് അശ്രദ്ധ കാണിക്കരുത് എന്ന് സൂചിപ്പിക്കാനാണ് കടത്തേക്കാൾ മുൻപന്തിയിൽ വസിയത്തിന് വെച്ചിട്ടുള്ളത്. ഇനി അത് അനന്തരാവകാശികൾ വസിയത്ത് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പിന്നെ മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ ഏതെങ്കിലും ഒരു മകന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വസിയത്തിന് പാടില്ല. ഇനി പാടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളാണെങ്കിൽ, കാരണം അവർക്ക് സ്വാഭാവികമായിക്കൊണ്ടും അനന്തരം കിട്ടുന്നൊരു സംഗതി ഉണ്ട്, അനന്തരം കിട്ടും, കാരണം പിന്നെ ഓരോ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ഒരു വസിയത്ത് ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ വസിയത്ത് ചെയ്യുമ്പോൾ പറഞ്ഞില്ല, വസിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ അള്ളാഹു നിശ്ചയിച്ച് ചിലപ്പോൾ ഓഹരിയേക്കാൾ കൂടും അല്ലെങ്കിൽ കുറയും. അപ്പോൾ അതാ വസിയത്ത് ചെയ്യപ്പെടുന്ന വ്യക്തിയോടും ദുൽമായിരിക്കും, അതല്ലെങ്കിൽ വസിയത്ത് ചെയ്യുന്നതിനോടും ദുൽമായിരിക്കും. അപ്പോൾ ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ പിന്നെ ഇതുള്ള മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വസിയത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ശരീഅത്തിൻ്റെ വിമർശകന്മാർ പലപ്പോഴും പറയുന്നത് വെച്ചാൽ പേരക്കുട്ടിക്ക് സ്വത്തില്ല. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ കാര്യമായി ഹദീസ് നിഷേധികളും ഈ പിന്നെ യുക്തിവാദികളും പറഞ്ഞു വെച്ചാൽ വല്യാപ്പാൻ്റെ സ്വത്ത് പേരക്കുട്ടിക്ക് സ്വത്തില്ല. എന്തൊരു അക്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് കിട്ടും. അത് മക്കൾ ജീവിച്ചിരിക്കും മക്കളൊക്കെ കിട്ടൂല, അത് അനീതിയല്ലല്ലോ. മക്കൾ ജീവിച്ചിരിക്കും മക്കളൊക്കെ കിട്ടാത്ത മക്കളൊക്കെ ചെയ്യുന്ന അനീതിയല്ല, കാരണം മക്കളാണ് എന്നെ അവകാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ച മകൻ്റെ അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് അവിടെ കിട്ടേണ്ട ബാധ്യത എന്ന് വെച്ചാൽ വസിയത്താണ്. ആ വസിയത്ത് നിർബന്ധമായ വസിയത്തുണ്ട്.
അത് നേരത്തെ പറഞ്ഞ പേരക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫക്കീറാണെങ്കിൽ നിർബന്ധമായി ചെയ്യണം. ഇനി സുന്നത്തായ വസിയത്ത്, അതേ സമയത്ത് പേരക്കുട്ടിക്ക് അപ്പം വേണമെങ്കിൽ കൊടുത്താൽ കുഴപ്പമില്ല, അപ്പോൾ നിർബന്ധമല്ല, സുന്നത്തായിരിക്കും. ഹറാമായ വസിയത്ത്, ഹറാം വസിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ആളെന്ത് ചെയ്യുക, വസിയത്ത് ചെയ്യുക. എന്താ വസിയത്ത് ചെയ്യണത്? ഇപ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കത്തപ്പുര ഓതാൻ വേണ്ടി ഇത്രയ്ക്ക് വസിയത്ത്, അല്ലെങ്കിൽ ഇന്ന ജാറത്തേക്ക് ഇന്ന വസിയത്ത്, അല്ലെങ്കിൽ ഹറാമായ മാർഗത്തിൽ ഇന്ന വസിയത്ത്. അപ്പം ഹറാമായ രൂപത്തിലുള്ള വസിയത്തുകൾ ഒരിക്കലും പാലിക്കാൻ പാടില്ല. അത് വസിയത്തില്ലാത്ത രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക്, ഇപ്പോൾ ബാപ്പ മരിച്ചു, ഉമ്മ ഗർഭിണിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വത്ത് ഓഹരി വെക്കുന്നത് ഉമ്മ പ്രസവിക്കുന്നത് വരെ കാത്തിക്കണം. കാരണം എന്താ വെച്ചാൽ മസാലകളൊക്കെ അങ്ങോട്ട് കൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരുപക്ഷെ ഇരട്ട കുട്ടികളായിരിക്കാം, ഒരുപക്ഷെ ഇനി ജനിക്കുമ്പോൾ ഒരാൺകുട്ടിയായിരിക്കാം. ആൺകുട്ടിയാണെങ്കിൽ സ്വത്തിൻ്റെ ഓരിക്കൾ മാറും, പെൺകുട്ടിയാണെങ്കിൽ മാറും. ഇനി അതൊന്ന് പക്ഷെ ആൺകുട്ടിയും പെൺകുട്ടിയും ആയിരിക്കാം. ചിലപ്പോൾ 2-3 കുട്ടികളുണ്ടാകാം. ചിലപ്പോൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരിച്ചു പോകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ ശരീഅത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ സ്വത്ത് ഓരി വെക്കുന്ന കുറച്ച് ഉമ്മ പ്രസവിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ ഭാര്യ പ്രസവിക്കുന്നത് എന്ത് ചെയ്യണം, വൈകിപ്പിക്കണം. അവിടെ മാത്രം അങ്ങനത്തെ ചില സന്ദർഭത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് സ്വത്ത് വൈകിപ്പിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുള്ളത്. കാരണം അതിന് ചില ഹിക്മത്തില്ലാത്തവർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാഫിറായിപ്പോയൊരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കില്ല. ലാ യരിസുൽ മുസ്ലിമുൽ കാഫിറ വൽ കാഫിറുൽ മുസ്ലിം. ഒരു മുസ്ലിം കാഫിറിന് അനന്തരം എടുക്കില്ല, കാഫിർ മുസ്ലിമിന് അനന്തരം എടുക്കില്ല. എന്ന് പറഞ്ഞാൽ ബാപ്പ മുസ്ലിമാണ്, മകൻ കാഫിറാണ്. ബാപ്പാന്റെ സ്വത്തിൽ മകൻ അവകാശം ഉണ്ടാവില്ല, മകന്റെ സ്വത്തിൽ ബാപ്പാക്ക് അവകാശം ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഇപ്പൊ നോക്കിക്കോ, മകൻ മുസ്ലിമാണ്, നോക്കിക്കോ, ബാപ്പാക്ക് എതിർപ്പൊന്നുമില്ല. കാരണം പുതിയ മുസ്ലിം ആയതാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. ഈ മകന്റെ സംരക്ഷണത്തിലാണ് ഈ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ ജീവിക്കുന്ന കുട്ടിക്കൂടി ഈ മകന്റെ സംരക്ഷണത്തിലാണ്. പക്ഷെ മകൻ മുസ്ലിമും ബാപ്പിയും അവരുടെ അച്ഛനമ്മയും മുസ്ലിം ആയിട്ടില്ല. സ്വാഭാവികമായിക്കൊണ്ടും ഈ മകന് സ്വത്തുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഈ മകന്റെ സ്വത്ത് ഈ അച്ഛനമ്മന് കിട്ടൂല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വസിയത്ത് ചെയ്യണം, നിർബന്ധമായിട്ട് വസിയത്ത് ചെയ്യണം. ഈ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മക്കും ഈ മകൻ എന്ത് ചെയ്യണം, മുസ്ലിമായ മകൻ 1/3 വരെ അവൻ എന്ത് ചെയ്യാം, വസിയത്ത് ചെയ്യാം. കാരണം അവിടെ ഈ അച്ഛനും അമ്മയും അവൻ്റെ വാരിസ്യങ്ങളല്ല, അനന്തരാവകാശികളല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് സ്വത്ത് കിട്ടൂല. സ്വത്ത് കിട്ടാത്തവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, വസിയത്ത് ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പോൾ അത് ഇസ്ലാമിക ശരീഅത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ. ഇനി നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ കണ്ടുവരുന്ന വേറെ എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വത്ത് ഒലിക്കുമ്പോൾ പല ആളുകളും എന്നോട് ഈ വിഷയം സംസാരിച്ച് പറഞ്ഞു വെച്ചാൽ, മലപ്പുറം ജില്ലയിൽ തന്നെ ചില സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് ഭൂമിയായി കൊടുക്കണില്ല. അതായത് സ്വത്ത് വാപ്പാന്റെ സ്വത്ത് ഒലിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് ഒലിക്കുന്ന സന്ദർഭത്തിൽ പെണ്ണോരി ഭൂമിയായിട്ട് കൊടുക്കില്ല, പൈസ കൊടുക്കും. എന്നാൽ ആങ്ങളാരെല്ലാം പൈസ ഓരോ വില അനുസരിച്ചിട്ട് ആ പെങ്ങന്മാരെ ഭൂമി ആങ്ങളാരോട് വാങ്ങിയിട്ട് ആ ഭൂമിന്റെ പൈസ ഭൂമി എടുക്കും. ഇത് മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ നമ്മുടെ മുസ്ലിങ്ങൾക്കറിയാം. ഇതൊക്കെ എന്തൊരു ഗുൽമാണ്. അള്ള കൊടുത്ത ഓഹരിയെ അത് നയാ പൈസ പോലും തടയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. വലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ബാത്തിലായ രീതിയിൽ നിങ്ങൾ ഒരിക്കലും സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യായമായി കൊണ്ട് തിന്നാൻ പാടില്ല. വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅക്കുലു ഫരീഖൻ മിൻ അംവാലിൻ നാസ്. എന്നിട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹ് പറഞ്ഞതാണ്, എന്നിട്ട് നിങ്ങൾ ഭരണാധികാരികളുടെ ഹുക്കാമിന്റെ അടുത്തേക്ക് പോകണം. ഈ കേസ് കൊണ്ട് ഭരണാധികാരി അടുത്തേക്ക് നിങ്ങൾ പോകരുത്. എന്തിന്? ഈ ഹറാമായ മുതൽ തിന്നാൻ വേണ്ടി, ഈ നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത മുതൽ തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹുക്കാമുകളെ ഭരണാധികാരികളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. ഇന്നിപ്പോ ഹലാലും ഹറാമും വല്ല ഉണ്ട് മുസ്ലിം സമുദായത്തിൽ. ഇന്ന് ലോണിന്റെ ലോണല്ലേ, ആരപ്പത് ലോൺ എടുക്കാത്തത്? ലോണിന്റെ സംബന്ധിച്ചൊക്കെ ഒരു ഗൗരവമുണ്ടോ? ഇന്ന് പെണ്ണുങ്ങൾ കൂട്ടമായിട്ട് കുടുംബശ്രീകൾക്ക് കൂട്ടമായി ലോൺ കൊടുക്കാം. പെണ്ണുങ്ങൾക്ക് എന്നാണ് മതിലെന്നാക്കാൻ ലോണ്, ഷെഡെന്നാക്കാൻ ലോണ്, വിറകരുണ്ടാക്കാൻ ലോണ്, അതുപോലെ തന്നെ വീട്ടിന് മതിലിന് പെയിന്റടിക്കാൻ ലോണ്, എല്ലാത്തിനും ലോണ്. പരിചയമായി ഹറാമുമായി കൊണ്ട് ബന്ധപ്പെടാൻ നമ്മുടെ സമൂഹത്തിന് യാതൊരു മടിയുമില്ലാത്ത കാലഘട്ടം വന്നിരിക്കാം.
അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ സ്വന്തം പെങ്ങന്മാരുടെ സ്വത്താണെങ്കിൽ പോലും പിന്നെ അത് ഒരിക്കലും നമുക്ക് തടയാൻ പറ്റും. നമ്മൾ അവകാശം വെച്ചിട്ട് എന്ത് ചെയ്യണം? ഓഹരി വെച്ച് കൊടുത്ത് അതിൽ അവർ തൃപ്തിപ്പെടുക, അതിൽ പരസ്പര മസ്ലഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, തെറ്റായ വസിയത്തുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നടപ്പിലാക്കാൻ പാടില്ല. അത് നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ അവർക്കൊരിക്കലും പിന്നെ കുറ്റമുണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ബാപ്പാക്ക് 2 കുട്ടികളുണ്ടാവും. പക്ഷെ അതിലൊരു മകൻ ബാപ്പയായിട്ട് നല്ല ബന്ധത്തിലായിരിക്കും, പക്ഷെ മറ്റേ മകൻ പിതാവുമായിട്ട് നല്ല രൂപത്തിലാവില്ല. എന്നാൽ പക്ഷെ പിതാവിനെ ഉപദ്രവിക്കുന്ന മകനുമാകാം, ഉണ്ടല്ലോ ഇക്കാലത്ത്. അപ്പൊ ഈ 2 മക്കളിൽ ബാപ്പ പറയും എന്ത്, ഇന്റെ സ്വത്ത് എന്നെ നോക്കാത്ത ആ മോന് കൊടുക്കാൻ പാടില്ല, കാരണം ഓനെ നോക്കിയിട്ടില്ല, എന്നെ ആകെ നോക്കിയത് ഈ കുട്ടിയാണ്, അതുകൊണ്ട് അനക്കാണ് എൻ്റെ സ്വത്ത് മുഴുവൻ എന്ന് ബാപ്പാക്ക് പറയാൻ അധികാരം ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകന്, ആ പിതാവിന്റെ മകനാണ് ഈ മകനെങ്കിൽ ആ മകന് ബാപ്പാന്റെ സ്വത്തിന് അള്ളാഹ് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ മകൻ ബാപ്പാനെ നോക്കാത്ത കുറ്റം അത് വേറെ കുറ്റമാണ്, അത് ഇതായിട്ട് കണക്ട് വയ്ക്കാൻ പാടില്ല. മക്കൾ പിതാവിനെ നോക്കുക, മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത് ആ മക്കളുടെ ബാധ്യത. ആ ബാധ്യത ആ മക്കൾ നിർവഹിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ പിതാവിൽ നിന്ന് കിട്ടേണ്ട അവകാശത്തെ മക്കൾക്ക് തടയാൻ പിതാവിന് യാതൊരു അർഹതയും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ആതാ കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അനന്തരം അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാപ്പാനെ നോക്കുക, ബാപ്പാനെ നോക്കാതിരിക്കുക എന്നത് ഒരിക്കലും അനന്തരാവകാശ നിയമവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. കാരണം മക്കൾ ബാപ്പാനെ നോക്കിയിട്ടില്ലെങ്കിൽ, ബാപ്പാനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ദുനിയാവ് തന്നെ അല്ലാഹ് കൊടുക്കും. അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും മാതാപിതാക്കളെ നോവിക്കുകയും ചെയ്താൽ അള്ളാഹ് പരലോകത്തെ ശിക്ഷയല്ല, ദുനിയാവെന്ന് തന്നെ അള്ളാഹ് അപ്പോൾ പിന്നെ ശിക്ഷ എന്താ പറയുക, വേഗത്തിലാക്കുന്ന 2-3 കാര്യങ്ങൾ ഒന്നാണ് ഇത്, മാതാപിതാക്കളെ തുല്യം. അതുകൊണ്ട് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചാൽ ഒരുത്തനും ദുനിയാവിൽ കണ്ണീര് കുടിക്കാതെ മരിച്ചിട്ടില്ല. ഏത് ചരിത്രത്തിൽ മാതാപിതാക്കളെ നോവിച്ചിട്ടൊരു മനുഷ്യൻ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല, സുഖമായിട്ട് ജീവിക്കണില്ല. ആവശ്യത്തിൽ മാതാപിതാക്കൾ നോക്കണില്ല എന്നുകൊണ്ട് ബാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് തടയപ്പെടും എന്ന ശരിയല്ല. അത് വേറെ നിയമമാണ്, ഇത് വേറെ നിയമമാണ്. ഇതിന് അവന് കുറ്റവാളിയാകും. പക്ഷെ ബാപ്പ തടഞ്ഞിട്ടെങ്കിൽ ബാപ്പയും കൂടിയും അതിൽ കുറ്റമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി പലപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ സമൂഹത്തിൽ ഒരു ദുരന്തം നടന്നു, ആക്സിഡന്റ് നടന്നു. ഇപ്പോൾ ബാപ്പയും മകനും കൂടി പിന്നെ ഒന്നിച്ച് യാത്ര പോകുന്ന കുട്ടിക്കോളില്ല, അവർ ആക്സിഡന്റ് നടന്നു. അപ്പൊ ആക്സിഡന്റ് നടന്നപ്പോൾ സ്പോട്ടിൽ വെച്ചുകൊണ്ട് പിതാവ് മരണപ്പെട്ടു, മെഡിക്കൽ കോളേജിൽ വെച്ച് മകനും മരണപ്പെട്ടു കുട്ടിക്കോളി. ബാപ്പി മകനും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കുന്ന ആൾക്കാരാണ്. വാപ്പാന്റെ സ്വത്തിൽ മകനും അധികാരം ഉണ്ടാവും, മകന്റെ സ്വത്തിൽ വാപ്പാക്കും അനന്തരം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യം ആര് മരിച്ചു എന്നുള്ളത് നോക്കണം. സ്വത്തൊരുക്കം ഒരു ആക്സിഡന്റിൽ അപ്പൊ ആദ്യം മരിച്ചത് ബാപ്പയാണെങ്കിൽ ഈ ബാപ്പാക്ക് ആ മകന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ മകൻ മരിക്കുമ്പോൾ ഈ ബാപ്പ ജീവിച്ചിരിക്കുന്നില്ല, ബാപ്പ മരിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ ബാപ്പാന്റെ സ്വത്തിൽ ആ മകന് അധികാരമില്ല, കാരണം ബാപ്പ മരിക്കുമ്പം മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പിന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പൊ സ്വത്ത് ഒരുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ബാപ്പാന്റെ സ്വത്ത് ഒരുക്കുമ്പോൾ ഈ മരിച്ച മകനും സ്വത്തുണ്ടാവും, ഈ മരിച്ച മകനും സ്വത്തുണ്ടാവും. കാരണം ബാപ്പ മരിച്ചപ്പോൾ ആര് ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ മരിച്ചിട്ടില്ല. ഇനി ഈ മരിച്ച മകന്റെ സ്വത്ത് ഒരുക്കുമ്പോൾ ഈ ബാപ്പാക്ക് സ്വത്ത് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച മകൻ മരിക്കുമ്പോൾ ഈ ബാപ്പ എന്ത് ചെയ്യണില്ല, ജീവിച്ചിരിക്കണ്ട. ഇതൊക്കെ കൃത്യമായി ശരീഅത്തിന്റെ പിന്നെ കൃത്യ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിന്നെ ഇനി ആദ്യം ആരാണ് മരിച്ചത് എന്ന് അറിയില്ല നോട്ടിക്കൊള്ളു. ആദ്യം ആരാ മരിച്ചതാണ്, സ്പോട്ടിൽ ഉണ്ടാണ് മരിച്ചതെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കൂല. എന്ന് പറഞ്ഞാൽ ഈ ബാപ്പാന്റെ സ്വത്തിൽ ഈ മകന് അധികാരം ഉണ്ടാവില്ല, ഈ മകന്റെ സ്വത്തിൽ ഈ ബാപ്പാക്ക്. അപ്പൊ സ്വത്ത് ഒരുക്കുമ്പോൾ ഈ ബാപ്പാന്റെ സ്വത്ത് ഒരുക്കുമ്പോൾ ഈ മകനെ കൂട്ടാൻ പറ്റുകയില്ല, ഈ മകനെ കൂട്ടാൻ പറ്റില്ല. ഈ മകന്റെ സ്വത്ത് ഒരുക്കുമ്പോൾ ഈ ബാപ്പാനെ കൂട്ടാൻ പറ്റില്ല.
അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരമെടുക്കും. അതേസമയത്ത് ആദ്യം മരിച്ചതാണ് അറിയുന്ന ആളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അവസാനം മരിച്ച ആൾക്ക് ആദ്യത്തിൽ നിന്ന് അനന്തരം. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഫീമൻ അമിയ മൗതുഹും ഫലം യഅരിഫും അയ്യുഹും മാത അവ്വലൻ, ആരാണ് ആദ്യം മരിച്ചത് എന്നറിയില്ലെങ്കിൽ ഫനിസാഉ മശ്ഹൂറുൻ ഫീഹിം വൽ അശ്ബഹു ബിഉസൂൽ ശരിയ, ശരീഅത്തിന്റെ നിയമങ്ങളോട് ഏറ്റവും യോജിക്കുന്നത് അല്ല യരിസ ബഅദുഹും മിൻ ബഅദിൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കില്ല. ബല്യരിസു കുല്ലു വാഹിദിൻ വറസത്തുൽ അഹ്യാ, ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അനന്തരം എടുക്കുന്നല്ലാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതേ സമയത്ത് ഇവിടെ ഈ ബാപ്പി മകൻ ഒന്നിച്ചു മരിച്ചാൽ അതിൻ്റെ ഭാര്യ ഉണ്ടാവും. ഭാര്യയ്ക്ക് രണ്ടിലും അവകാശം ഉണ്ടാവും. ബാപ്പാൻ്റെ സ്വത്തിൽ ഭാര്യ എന്നുള്ള അവകാശം ഉണ്ടാവും, മകൻ്റെ സ്വത്തിൽ ഉമ്മ എന്നുള്ള അവകാശം ഉണ്ടാവും. പെണ്ണിന് രണ്ട് അവകാശം കിട്ടും. പക്ഷെ ബാപ്പക്കും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇനി ഒരു മയ്യത്തിൻ്റെ സമ്പാദ്യം മുഴുവനും ഹറാമ നോക്കിക്കൊണ്ടു. ഹറാമായ ബാപ്പാൻ്റെ സ്വത്ത് മുഴുവൻ ഹറാമെന്ന് മക്കൾക്ക് നല്ലോ അറിയാം. ഒരു നയാ പൈസ ഇല്ല, ഹലാലായ പൈസ ഇല്ല. ബാപ്പ മരിച്ച് നല്ല സമ്പത്തുണ്ട്, എന്താ ചെയ്യാ? ആ ഒരു ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല ഇനി ആ വാപ്പ പെട്ടുണ്ടെന്നു അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണ് സമ്പത്തുണ്ടാക്കിയത് എങ്കിൽ ആ ഹലാലായ സമ്പത്ത് ഹറാമായ സമ്പത്ത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. വാപ്പാൻ്റെ എത്ര സമ്പത്തൊക്കെ ഏകദേശം ഹറാമൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നല്ല തന്നെ വാപ്പ ഉണ്ടാക്കിയതാണ് എങ്കിൽ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഈ ഹലാലിൽ നിന്നാണ് അനന്തരാവകാശം നമ്മൾ ഭാഗിക്കേണ്ടത്. ഹറാമിനെ സംബന്ധിച്ചത് ശിബിനസിനും പറയാണ് ഫലോ അന്ന ഇൻസാൻ സരിഖ മാലൻ ഔ മാത ഫഇന്നഹു ലാ യഹല്ലു ലിൽ വാരിസ്, വറാസത്തിന് ഈ ഹറാമായ സ്വത്ത് ഒരിക്കലും പറ്റുകയില്ല. ഇനി തുമ്മയിൻഖാനെ ആലം സാഹിബു അത്താഹു ഇയ്യാഹു വഇല്ലാ തസദ്ദഖ് ബിഅന്നഹു, ഇനി ഇയാൾക്ക് സംബന്ധിച്ചത് ഹറാമായ സ്വത്തിന് എന്താ കാട്ടുക? അത് സ്വതക്ക കൊടുക്കാൻ, ആളുകൾക്ക് സ്വതക്ക കൊടുക്കാതെ ഒരിക്കലും അനന്തരാവകാശത്തിൽ നിന്ന് ഹറാമായ സ്വത്ത് എടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ അത് അള്ളാഹ് ഹലാലാക്കാത്ത സ്വത്താണെങ്കിൽ പിന്നെ ബർക്കത്തുണ്ടാവില്ല. നമ്മൾ എന്തിനാണ് ഹറാം കൊടുത്ത് തിന്നാൻ നിൽക്കുന്നത്? ഒരു ഹദിയ ഒരാ മനുഷ്യൻ ഹറാമായ ഹദി തന്നാൽ നമ്മൾ സ്വീകരിക്കോ? ഒരാൾ കള്ളും കുപ്പി എന്ന് നമ്മൾ സ്വീകരിക്കോ? അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മളൊന്നും സ്വീകരിക്കൂലല്ലോ. ഇപ്പൊ ഹറാമ് തന്നെ നമ്മൾ സ്വീകരിക്കാത്ത പോലെ തന്നെ ഹറാമായ മാർഗത്തിലൂടെ ഇങ്ങോട്ടും അത് ചെയ്യാൻ പാടുള്ളതല്ല. എത്രത്തോളം ചോദിച്ചാൽ ഈ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഈ ഇസ്മിന്റെ പണിക്കും അതുപോലെ തന്നെ സിഗറിന്റെ പണിക്കൊക്കെ പോയിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ മക്കൾ നല്ലവരായിരിക്കും, ഹറാമൊന്നും ചെയ്യാത്തവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ ഹറാമായിട്ട് അത് മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അവർക്ക് മാറ്റി നിർത്തണം. അതല്ലെങ്കിൽ അവരത് സ്വതക്ക കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇനി പിന്നെ ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഉദാഹരണം പറയാം, നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വാഹനത്തിൽ പോവുകയാണ്. അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ നിന്ന് ഏർപ്പെട്ടിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. ആ പോകുന്ന വഴിയിൽ പിന്നെ ഭർത്താവ് മരണപ്പെട്ടു നോക്കിക്കൊള്ളു. ഭർത്താവ് മരിച്ചു, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, സംഭവിക്കാറുണ്ട്, ആവുന്നില്ല, അള്ളാഹു. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച മനുഷ്യന്റെ സ്വത്തിൽ ഈ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ശാരീരിക ബന്ധങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, എന്നാൽ പോലും ഈ മരിച്ച മനുഷ്യന്റെ പിന്നെ സമ്പത്തിൽ ഈ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടായിരിക്കും. കാരണം ഭാര്യ എന്നുള്ള നിലക്ക്, കാരണം ഭാര്യ കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് സംഭവം വന്നു. അന്നഹു സുല്ല റജുലു തസവ്വജ ഇംറഅതൻ വലം യഫ്രിദ് ലി സദാഖൻ വലം യദഖിൽ ബിഹാ, അവർ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, മഹർ നിശ്ചയിച്ചിട്ടില്ല, അവിടേക്ക് പ്രവേശിച്ചുള്ള ആൾ മരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഇതിനെപ്പറ്റി ചോദ്യം, മഹർ നിശ്ചയിച്ചിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, മഹർ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ബന്ധം നടന്നിട്ടില്ല, പക്ഷെ ആ മനുഷ്യൻ മരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത് ലഹാ മിസ്ലു സദാഖി നിസാഇഹാ ലാ വഖസ വലാ തസല, മഹറുൽ മിസ്ൽ കൊടുക്കണം. മഹറുൽ മിസ്ൽ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ പെണ്ണിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരികൾക്കോ എത്രയാണ് മഹർ കിട്ടിയത് നോക്കുക, അതാ മഹറുൽ മിസ്ൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവളുടെ ജ്യേഷ്ഠത്തിക്ക് 4 പവൻ മഹർ കിട്ടിയിട്ടുണ്ട്, അനിയത്തിക്ക് 4 പവൻ കിട്ടിയിട്ടുണ്ട്, എങ്കിൽ ഇവൾക്കും 4 പവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മഹറുൽ മിസ്ൽ കൊടുക്കണം. രണ്ടാമത് അവർക്ക് ഇദ്ദ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ പെണ്ണ് ഇദ്ദല്ല, ഭർത്താവ് മരിച്ച് 4 മാസം 10 ദിവസം എന്നുള്ള ഇദ്ദ അവർ ഇരിക്കേണ്ടതില്ല.
വലഹ അൽ മീറാസ്, എന്നാൽ അനന്തരത്തിൽ അവർക്ക് സ്വത്ത് കിട്ടുകയും ചെയ്യും. ഭർത്താവ് മരിച്ചതുകൊണ്ട് ഇനി മക്കളുണ്ടാവില്ലല്ലോ, മക്കളില്ലാത്തതുകൊണ്ട് 4/1 എന്ത് ചെയ്യും, അവർക്ക് സ്വത്ത് കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് അതിൽ ഇരിക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഫത്വ കൊടുത്തപ്പോൾ ഫഖാമ മഅഖിൽ ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബർവ ബിൻത് വാശിഖിൻ ഇംറഅത്തൻ മിന്ന മസലല്ലദി ഖദൈത. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സൽസല നടക്കുന്നത്. ഈ ഇബ്നു മസ്ഊദിന്റെ ഈ ഫത്വ കേട്ടപ്പം പിന്നെ ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുത്ത ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും ഒരു സംഭവം വന്നു, നിങ്ങൾ കൊടുത്ത അതേപോലെ ഫത്വയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇബ്നു മസ്ഊദിന്റെ ഇൽമു നോക്കണം. അതേ ഹദീസ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായിട്ട് യോജിച്ച് വരികയുണ്ടായത്. ഇതാണ് വിഷയത്തിൽ മസല. ഇനി ത്വലാഖ് ചെല്ലപ്പെട്ടവളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരിക്കലും അനന്തരം ഉണ്ടാവുകയില്ല. നിക്കാഹ് കഴിഞ്ഞിട്ടാണ് മരിക്കണമെങ്കിൽ അനന്തരം ഉണ്ടാവും. അതേസമയത്ത് ത്വലാഖ് കഴിഞ്ഞിട്ടാണ് അനന്തരം ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ദത്തുപുത്രന്മാരുണ്ടാവും സമൂഹത്തിൽ. മക്കളില്ലാത്തൊരു മക്കളെ പോറ്റിരിക്കും, അവർക്ക് വസിയത്ത് കൊടുക്കാമെന്നല്ലാതെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അവർക്കൊരിക്കലും അനന്തരം കിട്ടുകയില്ല. കാരണം അനന്തരം എടുക്കണമെങ്കിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പിന്നെ നിക്കാഹ് ഉണ്ടാകണം, അതല്ലെങ്കിൽ വലാ ഉണ്ടാകണം, അല്ലെങ്കിൽ നസബ് ഉണ്ടാകണം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം അല്ലെങ്കിൽ രക്തബന്ധം. ഇനി വലാ എന്ന് പറഞ്ഞാൽ അടിമത്ത മോചനത്തിനുള്ള ബന്ധം. എന്ന് പറഞ്ഞാൽ ഒരാൾ അടിമയെ മോചിപ്പിച്ചു, അടിമക്ക് കുറേ സ്വത്തുണ്ട്, അടിമക്ക് വാപ്പില്ല അമ്മില്ല ആരുമില്ല, അടിമ മരിച്ചു കഴിഞ്ഞാൽ അടിമിന്റെ സ്വത്ത് മുഴുവൻ അടിമയെ മോചിപ്പിച്ചാൽ കിട്ടും. അതല്ലാതെ ദത്ത് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനന്തരാവകാശത്തിൽ സ്വത്തുണ്ടായിരിക്കും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, വ്യഭിചാര സന്താനത്തിനും അനന്തരാവകാശത്തിൽ സ്വത്തുണ്ടാവില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഈ ലിവിങ് ടുഗദർക്കുള്ള കാലഘട്ടമാണ്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിനൊന്നും യാതൊരു അതിർത്തിയും ഇല്ലെന്ന്. എന്നാൽ കല്യാണം കഴിക്കണമെന്ന് മുമ്പ് തന്നെ പോവുകയാണ്, ഒന്നിച്ച് ടൂറ് പോകണം. അങ്ങനെ ടൂറ് പോയപ്പോൾ ഈ പെണ്ണ് ഗർഭിണിയെ നോക്കിക്കൊണ്ടു. അവനെന്താ പാപ്പ വേഗം കുടിച്ചാലും മൂലരെ കൊണ്ടുവന്നാൽ വേഗം കെട്ടിച്ചെടുക്കും. എന്നങ്ങൾ മനസ്സിലാക്കിക്കോളി. ആ കെട്ടിച്ച് നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പുണ്ടായ ഗർഭത്തിലുണ്ടായ കുട്ടിക്ക് ഈ ബാപ്പാന്റെ സ്വത്തിൽ നിന്ന് അനന്തരം കിട്ടൂല. മാത്രമല്ല ആ കുട്ടിയുടെ പിതാവായി ഇയാൾ അറിയപ്പെടാനും പാടില്ല. ഹറാമിലൂടെ ഉണ്ടായ കുട്ടി, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ സന്താനത്തിന് ഇസ്ലാമിൽ ഒരിക്കലും അനന്തരം ഉണ്ടാകൂല. ഇനി ആ കുട്ടി പെൺകുട്ടിയെ തൊട്ടിക്കൊള്ളികൾ, ഈ ഹറാമായ കല്യാണത്തിന് മുമ്പ് വ്യഭിചാരത്തിലുണ്ടായ കുട്ടി പെൺകുട്ടിയെ തൊട്ടിക്കൊള്ളി. ഈ പെൺകുട്ടിയാണെങ്കിൽ പോലും ഈ പെൺകുട്ടിക്ക് ഇയാൾ മഹറമായിരിക്കും. എന്താ പറയാ, ഈ പിന്നെ കല്യാണത്തിന് എന്താ പറയാ വലിയായി നിൽക്കാൻ പറ്റും. ഈ പെൺകുട്ടിക്ക് ഈ തന്തപ്പൊടി എന്ന് പറഞ്ഞ ഈ ചെങ്ങായിലെ വലിയാക്കാൻ പറ്റില്ല. മഹറമല്ല, അന്യപുരുഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, അന്യപുരുഷനാണ്. സ്വന്തം രക്തത്തെ പറഞ്ഞ കുട്ടി തന്നെയാണ്, പക്ഷെ മാർഗം തെറ്റിപ്പോയി. ഇതൊക്കെ സമൂഹത്തിൽ മനസ്സിലാക്കണ്ടോ? ഇന്നിപ്പോ തന്തല്ലാത്ത കുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ. ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അബോർഷൻ ചെയ്യിപ്പിക്കാൻ യാതൊരു പടിയില്ല, അല്ലെങ്കിൽ ഗുളിക കൊടുക്കുക, അബോർഷൻ എന്തും തോന്നിയാസങ്ങൾ ചെയ്യാന്നല്ലോ എന്താ ക്യാമ്പസുകൾക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഈ നിയമങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓന് ബാപ്പല്ല, ഉമ്മയുള്ളൂ. ആ കുട്ടിയുടെ ഉമ്മതാണെന്ന് പറയാ. ഈ കാക്ക ഒരു കാക്ക, ബാപ്പ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? അതേസമയത്ത് വിവാഹത്തിലൂടെ ഉണ്ടായ കുട്ടികളാണെങ്കിൽ അവർക്കുണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട, ഉമ്മയിൽ നിന്ന് ഇപ്പൊ ഈ ഇയാളിൽ നിന്നുള്ള അനന്തരം ഈ കുട്ടിക്ക് കിട്ടില്ല. അതേസമയത്ത് ഉമ്മയിൽ നിന്നുള്ള അനന്തരം മാത്രമേ ആ കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ എന്തിനാ വെച്ചാല് ഇസ്ലാമിക ശരീഅത്തിൽ ഈ പിന്നെ വെറും സ്വത്തെടുക്കൽ മാത്രമല്ല, ഒരു ചാരിത്ര വിശുദ്ധിയും അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ ചില കുടുംബ പവിത്രതകളൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഉള്ള പ്രേരണകൾ കൂടി ഇസ്ലാമിക ശരീഅത്തിൽ അനന്തരാവകാശം കൂടി കൊടുത്തിട്ടുണ്ട്. വെറും സ്വത്ത് അനുവദിച്ചു കൊടുക്കൽ മാത്രമല്ല, അതിന് നൈതികത കൂടി ശരീഅത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഹക്കായ മാർഗത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ആളുകൾക്ക് മാത്രമേ അതുണ്ടാവൂ. ഞാൻ കൂടുതൽ അവസാനിപ്പിക്കാം.
പറഞ്ഞിട്ട് ചുരുക്കത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളും കൃത്യമായി പാലിക്കണം. അത് ഏത് സമ്പത്തിൻ്റെ വിഷയമാണെങ്കിലും, ഇനി അനന്തരാവകാശത്തിൻ്റെ വിഷയമാണെങ്കിലും, അതുപോലെ തന്നെ ഇനി മക്കളുടെ വിഷയത്തിലാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ഇപ്പം എന്താ വെച്ചാൽ മക്കളൊക്കെ മതം മാറി പോകുന്ന ട്രെൻഡാണ്. ആണും പിന്നെ അതുപോലെ തന്നെ പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിൽ പോലും വളർന്നുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെ മതത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ച് പുറത്തേക്ക് ചാടാനുള്ള ത്വരയും പ്രവണതയും ഒക്കെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ. അപ്പം അതൊക്കെ ശരിക്ക് കടിഞ്ഞാലിടാൻ പറ്റിയ ഒരു നിയമം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കൂടി പ്രേരണ നൽകും. ഞാൻ പറഞ്ഞല്ലോ, ഹറാമായ സ്വത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ഉപകാരപ്പെടില്ല. ഒരു ബാപ്പ എന്തിനാണ് അയാൾക്ക് കവർക്ക് ഏതായാലും കൊണ്ടാൻ കഴിയും. ഈ ഹറാമായ സ്വത്തൊക്കെ കൂടെ അയാൾക്ക് എങ്ങനെ കവർ കൊണ്ടുപോകുക? പിന്നെ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടായിരിക്കും അധ്വാനിക്കുന്നുണ്ടാകുക. പക്ഷേ ഈ ഹറാമായ സമ്പാദ്യത്തിലൂടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭാര്യയ്ക്കും മക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുള്ളൂ. പക്ഷെ മുസ്ലിം സമുദായത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് രംഗത്ത് വളരെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കഴിയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ സ്വത്തുക്കൾ വേഗം ഒരുവെച്ച് ശരീഅത്തിന്റെ നിയമപ്രകാരം തെറ്റിക്കാതെ ആ നിയമങ്ങൾ ഉള്ളിൽ നിന്ന് പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാറാവട്ടെ. നമ്മൾ വിശുദ്ധ റമദാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. പോരായ്മകൾ നികത്തി പൂർണ്ണമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും അവൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അവൻ്റെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ അള്ളാഹു അവർക്ക് രോഗം ശിഫ നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على خير محمد. السلام عليكم ورحمة الله وبركاته.